സർവശക്തനേ, ഹല്ലേലൂയ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുവീണത്താൽ വീണ്ടെടുത്തു. ചേർന്ന് പാടാം. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുവീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ഉയർത്തെന്നും ഹല്ലേലൂയ ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ചെറുപണം യോഗ്യൻ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. കരങ്ങൾ ഉയർത്തി. യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ആ സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ്, ആ സർവശക്തനായ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. ആ കർത്താവിനെ ഇരുകരങ്ങളിൽ തട്ടി ദൈവമഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം നമ്മോട് കൂടെ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എല്ലാവർക്കും അവിടെ ഇവിടങ്ങളിൽ സമാധാനമായിരിക്കാവുന്നതാണ്. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്ഥാനങ്ങളിലിരിക്കാം. കർത്താവ് നമ്മളെ ഇത്രത്തോളം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ഉന്മേഷത്തോടെ കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ. സ്നേഹത്തോടെ ഒരു റിക്വസ്റ്റ് അറിയിച്ചുകൊള്ളട്ടെ. ഈ മരത്തിന്, ആ തേക്ക് മരത്തിന്റെ ബാക്കിൽ നിന്നുള്ള ആളുകൾ പ്ലീസ് 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 ദയവായി മുന്നോട്ടിരുന്നാൽ ഒത്തിരി സന്തോഷമായിരിക്കും. കർത്താവിൻ്റെ ദാസന്മാർ അത് നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി അനുഗ്രഹമായിരിക്കും. കർത്താവിൻ്റെ ദാസന്റെ റിക്വസ്റ്റ് ആണ്. ഞാൻ ഈ പറയുന്നത് ദേവദാസന് മനസ്സിലാകത്തോണ്ടാണ് ഞാൻ മലയാളത്തിൽ ധൈര്യമായിട്ട് പറയുന്നത്. ദേവദാസന്റെയും കൂടെ ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് പ്ലീസ് കം ഫോർവേഡ്. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കം 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 ഫോർവേഡ്. ജസ്റ്റ് കം ഫോർവേഡ്, കം ഫോർവേഡ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ ഞാൻ പ്രസ്താവിച്ചതുപോലെ ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ മധ്യം വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ പരിചയപ്പെടുത്തുക, സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമായിരിക്കുള്ളത്. എങ്കിലും നമ്മൾ ഈ ദേശത്തോട് സുവിശേഷം അറിയിക്കുമ്പോൾ, ദേശത്തോട് ദൈവത്തിന്റെ വചനത്തെ പ്രഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഏറ്റവും പ്രധാനമായി നാം ആഗ്രഹിക്കേണ്ടത് ഹല്ലേലൂയ ഈ ദേശത്തിന്റെ വിടുതലത്രേ. ഹല്ലേലൂയ. ദേശത്തിന്റെ വിടുതൽ എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിൽ തള്ളപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, മുറിവേക്കപ്പെട്ടവർ, ഹല്ലേലൂയ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവർ, എന്നാൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എപ്പോഴെങ്കിലും അരുമനാഥനായ കർത്താവിന്റെ സ്നേഹത്തെ കൊതിപ്പിച്ചിട്ടുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കാതുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അരുമശിഷ്യനായ പത്രോസ് 3 തവണ കർത്താവിനെ തള്ളിപ്പറയുന്നു.
കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞിട്ടും പിന്നത്തേതിൽ സ്നേഹിതന്മാരെ കൂട്ടിക്കൊണ്ട് വള്ളവും വലയും എടുത്ത് മീൻപിടുത്തത്തിന് കടന്നുപോയി. എങ്കിലും അരുമദാതൻ കടൽ തീരത്ത് വന്ന് അപ്പവും മീനും ഹാലിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച് തൻ്റെ മക്കളെ വിളിക്കുന്ന വിളിയുണ്ട് അവിടെ. പത്രോസിനെ 3 വിളി തിരിച്ചു വിളിക്കുക. ഹല്ലേലൂയ. ആ വിളിയുടെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത പത്രോസിനെ നമുക്കിവിടെ കാണാം. ദൈവത്തിന്റെ ബൈബിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഇന്നലങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളുണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ചേർത്ത് വെച്ചെങ്കിൽ ഇതുപോലെ തമ്പുരാനെ തള്ളിക്കളഞ്ഞവർ ഇന്നലകളിൽ കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് തള്ളപ്പെട്ടു പോയവർ ഈ സമൂഹത്തിലുണ്ട്, ഈ ദേശത്തിലുണ്ട്. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അനേകർ തമ്പുരാന്റെ സന്നിധിയിൽ അപ്പാ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് കേൾക്കുവാൻ ഹല്ലേലൂയ അപ്പാ ഞങ്ങൾ കൊതിയോടെ ആഗ്രഹിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പത്രോസിനെ പോലെ അവർ മടങ്ങി വരട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അവർ അനുഭവിച്ചറിയട്ടെ, രുചിച്ചറിയട്ടെ. അവരുടെ മുറിവുകൾ ഉണക്കട്ടെ. ഹല്ലേലൂയ. പിന്നത്തേതിൽ പത്രോസ് ആരായി തീർന്നു? യെരൂശലേമിന്റെ സഭയിലെ തൂണായി തീർന്നു. ഹല്ലേലൂയ. രണ്ടാമതെന്താ സംഭവിക്കുന്നറിയാമോ? ഈ ശുശ്രൂഷയിലൂടെ അറിയപ്പെട്ട അറിവിൽ, ലഭ്യമായ ജ്ഞാനത്തിൽ, ലോകത്തിന്റെ ജ്ഞാനങ്ങളാകട്ടെ, ന്യായപ്രമാണം സംബന്ധിച്ചിട്ടുള്ള അറിവാകട്ടെ, ഹല്ലേലൂയ, ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞിട്ടുള്ള അറിവ് ലഭിച്ചവരാകട്ടെ, പിന്നത്തേതിൽ കർത്താവുമായ ഒരു എൻകൗണ്ടർ ഹല്ലേലൂയ ഉണ്ടാകുമ്പോൾ ലഭ്യമാകുന്ന ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന ശൗൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ കൊന്നൊടുക്കേണ്ടതിന് ഹല്ലേലൂയ പുരോഹിതന്മാരിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നിന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പത്രം വാങ്ങിക്കൊണ്ട് ഹല്ലേലൂയ അധികാര പത്രം വാങ്ങിക്കൊണ്ട് ദൈവജനത്തെ കൊന്നൊടുക്കാൻ വന്നവൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ 26-ാം അധ്യായത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുക, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് തന്നെ കർത്താവിന്റെ ഒരു ശബ്ദം എബ്രായ ഭാഷയിൽ അവൻ എന്നോട് കൂടി സംസാരിച്ചു. ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് അവന്റെ കാതുകളിൽ അടിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ അറിഞ്ഞ അറിവിലും ലഭ്യമായ സ്ഥാനങ്ങളിലും ഹല്ലേലൂയ ജ്ഞാനത്തിലും നീ അഗ്രഗണ്യനായിരുന്നിരിക്കാം. നിന്റെ തത്വജ്ഞാനത്തിൽ നീ മിടുക്കനായിരിക്കാം. നിന്നെ ശ്രേഷ്ഠനെന്ന് സമൂഹം എണ്ണുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം തൊട്ട് കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ശബ്ദമായി നിന്റെ കാതുകളിൽ അലയടിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം ഞാൻ ഇന്ന് കേട്ടു എന്ന കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ ഭയങ്കരമായ ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, എബ്രായ ഭാഷയിൽ ശൗലിനോട് ഇടപെട്ട ദൈവത്തിന്റെ ശബ്ദം, ആകാശത്തെയും ഭൂമിയെയും ഒറ്റ ശബ്ദത്താൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, കാഹളധ്വനി പോലെ നാളെ കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആ ദൈവത്തിന്റെ ശബ്ദം ഇവിടെ നിന്ന് മുഴങ്ങട്ടെ. ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ഹല്ലേലൂയ കൽപ്പിക്കപ്പെടുന്ന ഈ ദൈവ ശബ്ദം ദേശത്തെ പിടിച്ചു കുലുക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിന്റെ ശൗലമാർ ദൈവസഭയുടെ പൗലോസായി മാറട്ടെ. പിന്നത്തേതിൽ ജാതികളുടെ അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി ഹല്ലേലൂയ തമ്പുരാൻ ശൗലിനെ വാർത്തെടുക്കേണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ശുശ്രൂഷ അതിനു വേണ്ടിയുള്ളതാ. ഹല്ലേലൂയ. മൂന്നാമതായി ഹല്ലേലൂയ ദൈവത്തിന്റെ അപ്പന്റെ ഭവനത്തിൽ ഹല്ലേലൂയ അപ്പം തിന്നും ദൈവവചനം കേട്ടും പഠിച്ചും സൺഡേ സ്കൂൾ പഠിച്ചും സൺഡേ സ്കൂൾ പഠിക്കാതെയും ആലയത്തിൽ പോയും പോകാതെയും ഹല്ലേലൂയ നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ച് ഹല്ലേലൂയ മരിച്ചു പോകുന്നവരോട് ദൈവത്തിനൊരു ദൂതറിയിക്കാനുണ്ട്. ഹല്ലേലൂയ ഇന്നലകൾ നീ എവിടെയോ കേട്ട ദൈവത്തിന്റെ വചനം ഇന്ന് നിന്നെ ശൂന്യമാക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നിന്നെ മുറിവേപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങളിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ എല്ലാം നിനക്കുണ്ടായിട്ടും സമാധാനമില്ലാതെ അലയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയ, സ്വയം പുറത്താക്കപ്പെട്ടു പോയ, ലോകമോഹങ്ങളിൽ ഹല്ലേലൂയ അടിമപ്പെട്ടു പോയ ഒരു ദൂർത്തുപുത്രൻ, ഒരു ഇളയപുത്രന്റെ മടങ്ങി വരവിന്റെ ദിനരാത്രങ്ങൾ അത്രേ ഈ 2 ദിനരാത്രങ്ങൾ.
ഹല്ലേലൂയ. ഈ ദൈവവചന സത്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പന്റെ ഭവനത്തെ കുറിച്ച് അവൻ ഓർക്കട്ടെ. അപ്പന്റെ ഭവനത്തിന് നന്മ അവൻ തിരിച്ചറിയട്ടെ. അവന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും അവന്റെ ദുരിതങ്ങളും അവന്റെ അസമാധാനത്തിന്റെയും കാരണം അപ്പന്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോയതാണെന്ന് ആത്മാവിൽ അവൻ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, അനേകർ അതുപോലെ മടങ്ങി വന്നവർക്ക് ലഭിച്ച സ്വീകരണം ചെറുതല്ല. ഹല്ലേലൂയ. കാലിന് ചെരുപ്പിട്ട് കൈക്കും മോതിരം തന്ന് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഉത്സവം ആചരിച്ച ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തന്റെ മക്കളെ ആഹ്വാനം ചെയ്യുന്ന ദൈവിക സന്ദേശമായി ഈ ദിനരാത്രങ്ങൾ തീരട്ടെ. ഹല്ലേലൂയ. എത്ര പേർ പ്രത്യാശയോടെ രാമൻ പറയും? എത്ര പേർ പ്രതീക്ഷയോടെ രാമൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ആ ഭവനത്തിലെ മൂത്ത പുത്രനെ പോലെ കഠിനപ്പെട്ട് അകന്നു നിൽക്കുന്നവരായിട്ടല്ല. ഓ ഹല്ലേലൂയ. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടും ഹല്ലേലൂയ മടുത്തുപോയി ഹൃദയം കഠിനപ്പെട്ട് സഹോദരനെ കൊന്ന കൈയിനെ പോലെ അല്ല. 3.5 വർഷക്കാലം തമ്പുരാന്റെ കൂടെ നിന്നിട്ടും ഹല്ലേലൂയ തമ്പുരാൻ ഒറ്റി കൊടുക്കാതിരിക്കേണ്ടതിന് ആവർത്തിച്ച് യൂദയെ ഓർമ്മപ്പെടുത്തിയിട്ടും തള്ളപ്പെട്ടു പോയി യൂദയെ പോലെ അല്ല ഞാനെന്ന ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് ദൈവം ഈ ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ അപ്പാ സ്റ്റേറ്റ് പോലെയല്ല മറ്റ് സ്റ്റേറ്റുകളിൽ ഹല്ലേലൂയ വളരെ അലങ്കാരികമായി അവരെ സ്വാഗതം ചെയ്യുകയും ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ഗംഭീരമായിട്ടാണ് ഹല്ലേലൂയ മറ്റ് ദേശങ്ങളിൽ അവരെ സ്വാഗതം ചെയ്യുന്നത്. ഈ കേരളീയർ വളരെ വലിയ ആളുകളാണെങ്കിലും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come on brother, please. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇനി കർത്താവിന്റെ ദാസന്മാർക്ക് കൂടെ മനസ്സിലാകേണ്ടതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദാസൻ ലിജു പാസ്റ്റർ ജസ്റ്റ് ട്രാൻസ്ലേറ്റിംഗ് ഹിം. ഹല്ലേലൂയ. കേരളത്തിൽ നമ്മൾ വലിയ ആളുകളൊക്കെ ദൈവവചനമൊക്കെ ആഴത്തിൽ അറിയാം. ഒത്തിരി വലിയ ദൈവദാസന്മാരൊക്കെ ഉണ്ട്. പക്ഷേ വേണ്ടതുപോലെ ദൈവദാസന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് അറിഞ്ഞൂടാ. അത് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് അത്ര പോരാ ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. ഹല്ലേലൂയ. മറ്റു ദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ബൊക്കെയൊക്കെ കൊടുത്ത് ഹല്ലേലൂയ നല്ല രീതിയിൽ ചെയ്യും. നമ്മൾ വൈകിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ സ്നേഹത്തോടെ അത്തരത്തിൽ സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ಜಸ್ಟ್ ಬೇರೆ ಪ್ರಾಂತಗಳಲ್ಲಿ ನಾವು ಗೌರವಿಸೋ ರೀತಿಯಲ್ಲಿ ಕೇರಳ ಕಡೆಯಲ್ಲಿ ಅಷ್ಟೊಂದು ರೀತಿಯಾಗಿ ಗೌರವಿಸೋದಿಲ್ಲ. ಅವ್ರಿಗೆ ಗೌರವಿಸೋದಿಲ್ಲ ಅಂತಲ್ಲ, ಅವರ ಮನಸ್ಸಲ್ಲಿ ಆ ಥರ ಗೌರವ ಇದೆ. ಆದರೆ ಏನಂದರೆ ಹೊರಗಡೆ ದೇಶಗಳಲ್ಲಿ ಹೊರಗಡೆ ಪ್ರಾಂತಗಳಲ್ಲಿ ಮಾಡುವ ಹಾಗಿರ್ತಕ್ಕಂತಹ ಯಾವುದೇ ಸಂಗತಿಗಳಂತ ಗೌರವಿಸೋದಿಲ್ಲ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ നമുക്ക് ഹൃദയംഗമായി അവരെ സ്വാഗതം ചെയ്യാം. ಆದ್ದರಿಂದ ನಾವು ಮನಪೂರ್ವಕವಾಗಿ ನಮ್ಮನ್ನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ഞാനൊന്ന് ജസ്റ്റ് കർത്താവിന്റെ ദാസനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ನಾವು ಜಸ್ಟ್ ದೇವರ ದಾಸರನ್ನು ಇಂಟ್ರೊಡ್ಯೂಸ್ ಮಾಡುತ್ತೇನೆ. കർണാടക സ്റ്റേറ്റില് ഹുൻസൂർ എന്ന് പറയുന്ന ദേശത്തില് ಕರ್ನಾಟಕ ಪ್ರಾಂತದಲ್ಲಿ ಹುಣಸೂರು ಎಂಬ ಏರಿಯಾದಲ್ಲಿ ഏറ്റവും വലിയൊരു ദൈവസഭയാണ് കർത്താവിന്റെ ദാസന്റെ സഭ. ಬಹಳಷ್ಟು ದೊಡ್ಡ ಸಭೆಯಾಗಿದೆ ಕರ್ತನ ದಾಸರ ಸಭೆ. ഇപ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഏകദേശം 7,000 പീപ്പിൾസ് ആണ് അവിടെ ആരാധനയ്ക്ക് കൂടിയിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത്. ಈಗಾಗಲೇ ನಾವು ಹೋಗಿ ನೋಡಿರ್ತಕ್ಕಂಥ ಸಂಗತಿ ಹೆಚ್ಚು ಕಡಿಮೆ 7,000ಕ್ಕಿಂತ ಹೆಚ್ಚು ಜನ ಬಂದು ಸೇರುವಂತ ಸಭೆ. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ ദിവസങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തോടനുബന്ധിച്ച് കടകമ്പോളങ്ങളൊക്കെ സജീവമായി വളരെ ഉത്സവത്തോടെ നടക്കുന്നത് പോലെയാണ് ഓരോ സൺഡേസും കർത്താവിന്റെ ദാസന്റെ സഭയുടെ മുന്നിൽ നടക്കുന്നത്. ನಮ್ಮ ಇಲ್ಲಿನ ದೇವಸ್ಥಾನಗಳಲ್ಲಿ ಹೇಗೆ ಅಲ್ಲಿ ಹಬ್ಬ ನಡೆಯುವಾಗ ಹೇಗೆ ಮಾರಾಟಗಳು ನಡೀತದವೋ ಅದೇ ರೀತಿಯಾಗಿ ಭಾನುವಾರ ದಿವಸಗಳ ಆರಾಧನೆ ಸಮಯದಲ್ಲಿ ಆಲಯದ ಸುತ್ತಮುತ್ತ ಪ್ರಾಂತಗಳಲ್ಲಿ ಅಂತಹ ಮಾರಾಟಗಳನ್ನು ಸಹ ನಡೆಯುವಂತ ಸಹ ಆಮೇಲೆ ಜನರ ಆತ್ಮಗಳ ಬಂದು ಸೇರುವಂತ ಒಂದು ಸಭೆಯಾಗಿದೆ. നമ്മളെക്കാൾ ഉത്സാഹം അവിടെ ചുറ്റുപാടുള്ള ടാക്സി ഡ്രൈവേഴ്സിനും ഓട്ടോ ഡ്രൈവേഴ്സിനും അവിടുത്തെ വാഹനക്കാർക്കും അവിടുത്തെ കച്ചവടക്കാർക്കും ഒത്തിരി ബഹുമാന സ്നേഹ കർത്താവിന്റെ ദാസനോട്. കാരണം ഇത് അന്നത്തെ ദിവസം അവർക്ക് ഉത്സവമാണ്. ಅಲ್ಲಿ ಬರುವಂತ ವಿಶ್ವಾಸಿಗಳಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಅಲ್ಲಿರ್ತಕ್ಕಂಥ ಟ್ಯಾಕ್ಸಿಯವರಿಗೆ ಅಂಗಡಿಯವರಿಗೆ ಎಲ್ಲ ಸೇವಕರನ್ನು ಬಹಳ ಇಷ್ಟವಾಗಿದೆ. ಯಾಕಂದ್ರೆ ಅವರಿಗೆಲ್ಲ ಅವತ್ತು ಒಳ್ಳೆ ಹಬ್ಬ. അനേക വർഷങ്ങൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കർത്താവിന്റെ ദാസൻ ഒരു നിമിഷം പോലും ആ ദേശത്തിന്റെ രാജ്യത്തും ഇല്ലാതിരിക്കുന്നവർക്ക് സങ്കടം. അതുകൊണ്ടാണ് ഈ കേരളത്തിലോട്ടൊക്കെ കർത്താവിന്റെ ദാസന്മാർ വരാത്തത്. ಆಮೇಲೆ ಅಲ್ಲಿರ್ತಕ್ಕಂಥ ಸೇವಕರಿಗೆ ಅವರಿಗೆ ಅಲ್ಲಿ ಇಲ್ಲಿ ಎಲ್ಲ ಬರ್ಲಿಕ್ಕೆ ಅವ್ರಿಗೆ ಭಯಂಕರ ಸಂಕಟ ಇದೆ. ಯಾಕಂದ್ರೆ ಆಮೇಲೆ ಆ ಸಭೆ ಬಿಟ್ಟು ಅವರಿಗೆ ಬರ್ಬೇಕಂತಂದ್ರೆ ಅವ್ರಿಗೆ ಸ್ವಲ್ಪ ಇದು. അതിനൊരു ബ്രേക്ക് ത്രൂ ആണ് നമ്മളെ ദൈവസഭയായി ചെയ്തിരിക്കുന്നത്. ಇನ್ನೊಂದು ದೊಡ್ಡ ಒಂದು ಬ್ರೇಕ್ ಥ್ರೂಗೆ ಕಾರಣವಾಗುತ್ತದೆ. ഓരോ മാസത്തിലും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ മാസത്തിലും ഏതാണ്ട് 250 ദൈവദാസന്മാരുടെ
പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ಸರಿ, ನಾವಲ್ಲಿ ಹೋಗಿರುವಾಗ ಒಂದು ಪಾಸ್ಟರ್ಸ್ ಕಾನ್ಫರೆನ್ಸ್ ನಡೆಯುವ ಸಮಯದಲ್ಲಿ ನಾನು ಅಲ್ಲಿ ಹೋಗಿದ್ದೆ. വളരെ ശാന്തമായി വളരെ ഗൗരവത്തോടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ എനിക്ക് ಬಹಳ ಶಾಂತವಾಗಿ ಬಹಳ ಗೌರವದಿಂದ ದೇವರ ವಾಕ್ಯವನ್ನು ಸಾರುವುದನ್ನು ಸಹ ನಾನು ನೋಡಿದ್ದೆ. എല്ലാ മാസത്തിലും നൂറുകണക്കിന് പാസ്റ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി ആ ചർച്ച മാറിയിരിക്കുക. ಯಾವಾಗಲೂ 100ಗಿಂತ ಹೆಚ್ಚು ಸೇವಕರಿಗೆ ತರಬೇತಿಗೊಳಿಸುವ ಒಂದು ಸಭೆಯಾಗಿ ಆ ಸಭೆ ಮಾರ್ಪಟ್ಟಿದೆ ಎಂಬುದಾಗಿ ನಾನು ಕಂಡಿದ್ದೆ. നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന പോലെ ദൈവസഭ ഓപ്പൺ ചർച്ച ആയിരിക്കണം. ഈ അവിടെ ചെന്നപ്പോൾ അനേകം കുടുംബങ്ങൾ, വ്യത്യസ്ത സമൂഹങ്ങൾ, വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങൾ അവിടെ വന്ന് താമസിച്ച് ഭക്ഷണം കഴിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി പ്രാർത്ഥനയിൽ റൂട്ടീനായി കടന്നു വന്ന് അവരോട് ആരും സുവിശേഷം പറയേണ്ട, അവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനവും അവിടുത്തെ സിറ്റുവേഷൻ കഴിയുമ്പോൾ ഹല്ലേലൂയ അവർ തന്നെ ക്രിസ്തീശുവിന്റെ സ്നേഹത്തെ അവർ തിരിച്ചറിയുന്ന കാര്യമായി ಹಲವಾರು ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಹಾದು ಹೋಗ್ತಿರತಕ್ಕಂಥ ಜನರು ಬಂದು ಅವರ ಸಭೆಯಲ್ಲಿ ಉಳ್ಕೊಂಡು ಆ ವಾಕ್ಯಗಳನ್ನು ಕೇಳಿಸ್ಕೊಂಡು ಅವರ ಮಾನಸಾಂತರ ಹೊಂದಿ ಯಾರು ಸುವಾರ್ತೆ ಸಾರದೇನೆ ಅವರು ರಕ್ಷಣೆ ಹೊಂದಿ ಕರ್ತನ ಕಡೆಗೆ ತಿರುಗುವಂತಹ ಆತ್ಮಿಕ ಅನುಭವಗಳನ್ನು ಕೊಡತಕ್ಕಂತಹ ಒಂದು ಸಭೆಯಾಗಿ ನಾನು ಆ ಸಭೆಯನ್ನು ಕಂಡಿದ್ದೆ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ ഞാൻ ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാൽ നമ്മുടെ സഭകളൊക്കെ ഓപ്പൺ ചർച്ച ആയി തീരട്ടെ. എല്ലാ ദിവസവും നമ്മുടെ ആലയങ്ങൾ തുറന്നു കിടക്കണം. ನಾನು ಯಾತಕ್ಕಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಇದೇ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಓಪನ್ ಸಭೆಗಳಾಗಿ ಮಾರ್ಪಡಲಿ ಎಂಬುದಾಗಿ ನಾನು ನಿಮಗೆ ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. ഏത് സമയത്തും എപ്പോഴും ദൈവമക്കൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാനുള്ള ഒരു ഓപ്പൺ ചർച്ചയായി മാറട്ടെ. ಯಾವ ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಯಾವ ಸಮಯದಲ್ಲೂ ಬಂದು ಅವರ ವಿಷಯಗಳನ್ನು ಹಂಚಿಕೊಂಡು ಪ್ರಾರ್ಥಿಸುವಂತ ಸಭೆಗಳಾಗಿ ಮಾರ್ಪಡಲಿ ಎಂಬುದಾಗಿ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഏകദേശം ഡൽഹി വരെയുള്ള സഹോദരങ്ങൾ നമ്മുടെ ദേശത്ത് ഏതാണ്ട് 80 ലക്ഷം ആളുകൾ വന്ന് പാർക്കുകയാണ്. ಹೆಚ್ಚು ಕಡಿಮೆ ಕೇರಳದಿಂದ ಡೆಲ್ಲಿ ತನಕ ಇರತಕ್ಕಂತಹ ಪ್ರಾಂತಗಳಲ್ಲಿ ಹೆಚ್ಚು ಕಡಿಮೆ 80 ಲಕ್ಷಕ್ಕಿಂತ ಹೆಚ್ಚು ಜನರು ಬಂದು ವಾಸಿಸ್ತಾರೆ. നമ്മുടെ സഭകൾ അവർക്ക് വേണ്ടി 1 മണിക്കൂർ തുറന്നു കൊടുക്കാമെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി അവരുടെ ദേശത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. ನಮ್ಮ ಸಭೆಗಳು ಸಹ 1 ತಾಸು ಅವರಿಗೋಸ್ಕರವಾಗಿ ಎಲ್ಲ ಜನಾಂಗಗಳಿಗೋಸ್ಕರವಾಗಿ ತೆರೆಯುವುದಾದ್ರೆ ಅವರು ಸಹ ಈ ಪ್ರಾಂತದಲ್ಲಿ ಬಂದು ಕರ್ತನನ್ನು ಕಂಡುಕೊಂಡು ಅವರ ಸ್ವಂತ ದೇಶಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯತೆಗಳು. ദൈവത്തിന്റെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കുമെങ്കിൽ, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസഭകൾ അതിനായി തുറക്കപ്പെടും. ಇಲ್ಲಿ ಕುಳಿತಿರುವಂತ ಜನರು ಆತ್ಮಭಾರವುಳ್ಳವರಾಗಿ ಪ್ರಾರ್ಥಿಸುವುದಾದರೆ ಖಂಡಿತವಾಗಲೂ ಸಭೆಗಳು ಆ ರೀತಿಯಾಗಿ ತೆರೆಯಲ್ಪಡುತ್ತದೆ. വടക്കു നിന്നുള്ള എതിരുകളെ തെക്ക് നിന്ന് ഹാലേലൂയ പ്രതിരോധിപ്പാൻ ആത്മശക്തിയോടെ എഴുന്നേൽക്കുന്ന ദൈവദാസന്മാർ, ഹാലേലൂയ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന സഹോദരങ്ങൾ, ഹാലേലൂയ ഫലവത്തായിട്ടുള്ള ദൈവിക ശുശ്രൂഷക്കാരായി കേരളത്തിൽ നിന്ന് വടക്കോട്ട് പോകട്ടെ. അവൻ പൂർവ്വದಿಂದ ಉತ್ತರ ದಿಕ್ಕಿನಿಂದ ಬಂದಿರತಕ್ಕಂಥ ಜನರು ಆ ಕರ್ತನನ್ನು ಕಂಡುಕೊಂಡು ಕರ್ತನ ಸೇವೆಯ ಭಾರವನ್ನು ಹೊಂದಿಕೊಂಡವರಾಗಿ ಅವರ ಅಭಿಷಿಕ್ತರಾಗಿ ಸೇವೆಯನ್ನು ಪಡೆದವರಾಗಿ ಪೂರ್ವ ದಿಕ್ಕಿಗೆ ಹೋಗಿ ಸೇವೆ ಮಾಡತಕ್ಕಂತಹ ರೀತಿಯಾಗಿ ಅವರನ್ನು ದೇವರು ಮಾರ್ಪಡಿಸಲಿ. അതുപോലൊരു മാതൃകയെ കർത്താവിന്റെ ദാസൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಆ ರೀತಿಯಾಗಿರತಕ್ಕಂಥ ಒಂದು ಒಳ್ಳೆ ಉತ್ತಮ ಮಾದರಿಯಾಗಿದ್ದಾರೆ ಸೇವಕರು, ಅವರ ಸಭೆ. അത്തരത്തിലൊരു കർത്താവിന്റെ ദാസനെ നമുക്ക് ഇന്ന് ശുശ്രൂഷയ്ക്ക് ആലപിച്ചല്ലോ. നമുക്ക് എത്ര പേർക്ക് സന്തോഷം. ಅಂತಹ ಒಳ್ಳೆ ಸೇವಕರನ್ನು ನಮ್ಮ ಸಭೆಗೆ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಸಿಕ್ಕಿರೋದ್ರಲ್ಲಿ ಜನ ಸಂತೋಷವಾಗಿದೆ. ഹല്ലേലൂയ. അവിടുത്തെ വിടുതലയെ കുറിച്ച് ഞാൻ രാവിലെ കാലം പറഞ്ഞല്ലോ. ಅಲ್ಲಿನ ಬಿಡುಗಡೆಯ ಕುರಿತು ನಾನು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿಮಗೆ ತಿಳಿಸಿದ್ದಲ್ಲ. ആദ്യത്തെ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു കുഞ്ഞു പൈതലിന്റെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി ಆಮೇಲೆ ಮೊದಲನೇ ಸೇವೆಯನ್ನು ಪ್ರಾರಂಭಿಸಿರುವಂತದ್ದು ಒಂದು ಚಿಕ್ಕ ಮಗುವಿನ ಒಂದು ಪುನರುತ್ಥಾನದೊಂದಿಗೆ. അത് മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ കൊടുത്തൊന്നും ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ അതിന് ഗിഫ്റ്റ് ഒന്നും നേടിയിട്ടില്ല. ബട്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായി സകലത്തെയും ഉപയോഗിച്ചു. ಅದು ಮೀಡಿಯಾದಲ್ಲಿ ನೀಡಿದ ಮೂಲಕವಾಗಿ ಎಲ್ಲ ಪ್ರಚುರಪಡಿಸೋದು ಏನು ಮಾಡಲಿಲ್ಲ, ಅಲ್ಲದೇನೆ ಕರ್ತರ ಸೇವೆಯನ್ನು ಮಾಡುತ್ತಾರೆ. വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മേൽ കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ജീവിതത്തിന്റെ മരിച്ചു കിടക്കുന്ന അനുഭവങ്ങളിൽ ഒരു വിടുതലുണ്ട്. ಆಮೇಲೆ ನಿಮ್ಮ ಕೇಳಿಸಿಕೊಳ್ಳುವಂತವರ ಜೀವನದಲ್ಲಿ ಕೂಡ ಸತ್ತು ಹೋಗಿರತಕ್ಕಂಥ ವಿಷಯಗಳನ್ನು ಆಮೇಲೆ ಸಹ ಎದ್ದು ಬರುವಂತೆ ಆಗುತ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രിയ കർത്തദാസനെ ഹല്ലേലൂയ കർത്താവിന്റെ പൂർണ്ണമായ പേര് പാസ്റ്റർ സ്റ്റീവൻ സുരേഷ്. ಕರ್ತದಾಸರ ಪೂರ್ಣವಾದ ಹೆಸರು ಸ್ಟೀವನ್ ಸುರೇಶ್ ಎಂಬುದಾಗಿ. The church name is End Time Full Gospel Harvesters India Church Hungsur. End Time Full Gospel Church Harvest Church Hungsur ಎಂಬುದಾಗಿ ಸಭೆಯ ಹೆಸರು. ഈ പ്രിയപ്പെട്ട കർത്തദാസനെ രണ്ട് കരങ്ങളും ചേർത്തടച്ച് ഹല്ലേലൂയ നമുക്ക് സ്വാഗതം. ಎರಡು ಕೈಗಳನ್ನು ತಟ್ಟಿ ಕರ್ತದಾಸರನ್ನು ಸ್ವಾಗತಿಸೋಣ. Then നമുക്കിന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന പാസ്റ്റർ ക്രിസ്റ്റഫർ വില്യം ബിജാപൂർ കർണാടക. ನಮ್ಮ ಜೊತೆಗೆ ಬಂದಿರತಕ್ಕಂಥ ಸೇವಕರು ಕ್ರಿಸ್ಟೋಫರ್ ವಿಲಿಯಂ ಅವರು ಕೂಡ ಇದ್ದಾರೆ ಬಿಜಾಪುರದಿಂದ. കർത്താവിന്റെ ദാസനെ ഏറെക്കുറെ കുറച്ച് പേർക്ക് പരിചയമുണ്ട്. നമ്മൾ ഏകദേശം 6 മാസമായി പാസ്റ്റേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഈ ചർച്ച വെച്ച് നടക്കുകയാണ്. 6 ತಿಂಗಳಿಂದ ಪಾಸ್ಟರ್ಸ್ ಇರತಕ್ಕಂಥ ತರಬೇತಿ ಪ್ರೋಗ್ರಾಮ್ ಇಲ್ಲಿ ನಡೀತಾ ಇತ್ತು. ಆ ಪಾಸ್ಟರ್ನಲ್ಲಿ ನೀವು ಪರಿಚಯ ಮಾಡಿಕೊಂಡಿರ್ತೀರಿ. കർത്താവിന്റെ വേലയിൽ ഉത്സാഹമുള്ളവർക്ക് ഈ
എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേലയിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ പ്രയാസങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യേണ്ടത്, ದೈವವಚನಪ್ರಕಾರ ಅವರು ಕ್ಲಾಸ್ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ಉತ್ಸಾಹ ಇರತಕ್ಕಂಥವರಿಗೋಸ್ಕರವಾಗಿ ಯಾವ ರೀತಿಯಾಗಿ ಅವರನ್ನು ಉಜ್ಜೀವಗೊಳಿಸಬೇಕು ಅಥವಾ ಅವರನ್ನು ಯಾವ ರೀತಿಯಾಗಿ ತರಬೇತಿಗೊಳಿಸಬೇಕೆಂಬುದಾಗಿರತಕ್ಕಂಥ ವಿಷಯದಲ್ಲಿ ಅವರು ಸೇವೆಯಲ್ಲಿ ತೊಡಗುವಂತವರಾಗಿದ್ದಾರೆ. അതിനോട് ബന്ധത്തിൽ ഗിരീഷ് പാസ്റ്ററും നമ്മുടെ ക്രിസ്റ്റഫർ പാസ്റ്ററും നമ്മുടെ ചർച്ചിൽ വരികയുണ്ടായി. ಆ ವಿಷಯವಾಗಿ ಗಿರೀಶ್ ಪಾಸ್ಟರ್ ಮತ್ತು ಕ್ರಿಸ್ಟಫರ್ ಪಾಸ್ಟರ್ ಅವರಿಬ್ಬರು ನಮ್ಮ ಸಭೆಗೆ ಬಂದಿದ್ದುಂಟು. അങ്ങനെ ക്രിസ്റ്റഫർ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് പാസ്റ്റർ സ്റ്റീവൻ പാസ്റ്ററിനെ പരിചയപ്പെടാൻ. ಕ್ರಿಸ್ಟಫರ್ ಪಾಸ್ಟರ್ ಮೂಲಕವಾಗಿಯೇ ನಮಗೆ സ്റ്റീവൻ പാസ്റ്റർ ಅವರನ್ನು ಇಲ್ಲಿಗೆ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ക്രിസ്റ്റഫർ വില്യം പാസ്റ്ററിനെ കർത്താവിന്റെ നാമത്തിലുള്ള സ്വാഗതം. ಕ್ರಿಸ್ಟಫರ್ ವಿಲಿಯಂ ಪಾಸ್ಟರ್ ಅವರನ್ನು ಕೂಡ ಈ ಒಂದು ಮೀಟಿಂಗ್ಗೆ ನಾವು ಹಾರ್ದವಾಗಿ ಸ್ವಾಗತಿಸಿಕೊಳ್ತಾ ಇದ್ದೇವೆ. മൂന്നാമതായി നമുക്ക് നമ്മുടെ ഭാഷയിൽ ദൈവശബ്ദം കേൾക്കുന്നത് ആവശ്യമാണ്. ಮೂರನೇದಾಗಿ ನಮ್ಮ ಭಾಷೆಗೆ ನಾವು ಪ್ರಸಂಗ ಕೇಳಬೇಕಾಗಿದೆ. കർത്താവിന്റെ ദാസന്മാർ നമ്മളെ സംസാരിക്കുമ്പോൾ, നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ, ಕರ್ತನ ದಾಸರು ನಮ್ಮ ಸೇವೆ ಮಾಡುವಾಗ നമ്മുടെ തനതായ ഭാഷയിൽ, ನಮ್ಮ ಭಾಷೆಯಲ್ಲಿ, നമ്മുടെ മാതൃഭാഷയിൽ, ನಮ್ಮ ಮಾತೃಭಾಷೆಯಲ್ಲಿ, നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഭാഷയിൽ, ನಮ್ಮ ಹೃದಯವನ್ನು ಸ್ಪರ್ಶಿಸುವ ಭಾಷೆಯಲ್ಲಿ, ഇടപെടുന്ന ഭാഷയിൽ, ನಮ್ಮ ಹೃದಯದೊಂದಿಗೆ ಮಾತಾಡುವಂತ ಭಾಷೆಯಲ್ಲಿ നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലിജോ പാസ്റ്ററാണ് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ബാംഗ്ലൂരിലാണ് സ്വദേശം. നമ്മുടെ ഹല്ലേലൂയ മരുമകനാണ്. ചാത്തന്നൂർ ദേശത്തു നിന്നാണ് കർത്താവിന്റെ ദാസൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ വ്യത്യസ്ത ഭാഷകൾ ദൈവം നൽകി. ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയിൽ ഹല്ലേലൂയ കർത്താവ് ഉപയോഗിച്ചു വരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, അങ്ങനെ വ്യത്യസ്ത ഭാഷയിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചു വരുന്നു. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ എല്ലാവരുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. ഇനി നമ്മുടെ മധ്യയായിരിക്കുന്ന നമുക്ക് സൗണ്ടും ലൈറ്റും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഡേവിഡ് പാസ്റ്ററുകളാണ്. കർത്താവിന്റെ ദാസൻ ഡേവിഡ് പാസ്റ്ററുകൾ നമുക്ക് തന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നലെ രാത്രി മുതൽ ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ടോടെ ഹല്ലേലൂയ ഈ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളിനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഹല്ലേലൂയ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ട്, പാസ്റ്റർ സ്റ്റാൻലി ജോൺ. കർത്താവിന്റെ ദാസൻ ഉച്ചയോടുകൂടി എത്തും. ആരും ഭാരപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ ഏറ്റവും റിലേറ്റീവായ ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ്. അവിടെ പോയി അതിന് പകരമാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷിനെ നമ്മുടെ മധ്യേ അയച്ചത്. കർത്താവിന്റെ ദാസൻ നമ്മളെ ശുശ്രൂഷിച്ചു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷിനുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ സ്റ്റാൻലി ജോൺ പാസ്റ്ററിനെ, ഗ്രേസ് ഓഫ് ഗോഡ് ട്രൂപ്പിന്റെ കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ നാമത്തിൽ ദൈവസഭയായി ഹല്ലേലൂയ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ആലയത്തിൽ, ഈ കൂട്ടാരത്തിൽ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ടവർ നിങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് വിലയേറിയവരും മാന്യരുമെന്ന കർത്താവ് നമ്മളെ നോക്കി പറഞ്ഞതുപോലെ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും വിലയേറിയവർ നിങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒത്തിരി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സകലവിധ നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഏവരെയും കർത്താവിന്റെ ദാസന്മാരുണ്ട്, പേരെടുത്ത് പറയാൻ സമയമില്ല. കടന്നു വന്ന എല്ലാ കർത്തദാസന്മാരെയും, എല്ലാ ദൈവമക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവസഭയായി സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ വിജയം പാസ്റ്റർ ഹല്ലേലൂയ സുവാർത്ത ചർച്ചിലെ കർത്താവിന്റെ ദാസൻ മുന്നോട്ട് വന്ന് ഇന്നത്തെ പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും അനുഗ്രഹത്തിനായി ഒരു വാക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം സ്റ്റീവൻ പാസ്റ്റർ നമ്മളെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. എല്ലാവരുടെയും തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധ പ്രിയപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ നോക്കിയിരിക്കുന്നു. ഈ മനോഹരമായ നല്ല ഹല്ലേലൂയ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ തൊക്കണം ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ട്രൂത്ത് ചർച്ചിന്റെ കർത്താവേ ഹല്ലേലൂയ, അത് കർത്താവേ ഹല്ലേലൂയ, ഈ പ്രത്യേകമായ ഹല്ലേലൂയ ഈ ഹാളിൽ ഞാൻ ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവേ ദൈവം ഒരുക്കിയ വഴികൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷിക്കുവാൻ തൊക്കണം കടന്നുള്ള അവയുടെ കർത്താവേ ഹല്ലേലൂയ, അത് വലിയ ദാസന്മാർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഹല്ലേലൂയ ശുശ്രൂഷയെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥിപ്പാനും
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം ദൈവം ഇടയാക്കിയല്ലോ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം കടന്നു വന്ന കർദാസന്മാർക്കായി എല്ലാ ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തളങ്ങളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ ഹല്ലേലൂയ. അവിടുത്തെ വിലയേറിയ ഭക്തന്മാരിലൂടെ കർത്താവേ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ തക്കണം പരിശുദ്ധാത്മാവ് ഇടയാക്കുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവെ ഇന്ന് കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവെ ഓരോ ശുശ്രൂഷകരായി ഇവിടെ രൂപാന്തരപ്പെടുവാൻ നോക്കണം. പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ട ജനത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കൃപയും കർത്താവ് ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ ചുറ്റും ദൈവത്തെ ദൂതന്മാരുടെ കാവലിനെ ദൈവമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ആ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷൻ ഓരോരുത്തരും അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യുമാറാകണമേ. ശുശ്രൂഷിക്കുന്ന കർത്താവിനായി സ്തോത്രം. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ചർച്ചിനായി മറ്റു പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഏവരെയും അനുഗ്രഹിച്ചാണ് അങ്ങ് മഹത്വം എടുക്കും സകല കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ രണ്ട് കൈകളും ചേർത്തടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ಕರ್ತನ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം. ಈ ಅವಕಾಶವನ್ನು ಕೊಟ್ಟದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸ್ತೇನೆ. ഇപ്രകാരം ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಮತ್ತು ಸ್ಥಳೀಯ ಪಾಸ್ಟರ್ ಅವರಿಗೂ ಅವರ ಕುಟುಂಬಕ್ಕೂ ಮತ್ತು ಅವರ ಜೊತೆಯಲ್ಲಿರುವ ಎಲ್ಲ ಸೇವಕರಿಗೂ ನನ್ನ ವಂದನೆ ತಿಳಿಸ್ತೇನೆ. പാസ്റ്റർക്കും കുടുംബത്തിനും അതുപോലെ കടന്നു വന്ന തന്നോട് കൂടെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ಮತ್ತು ನನ್ನನ್ನ ಪರಿಚಯ ಮಾಡಿಕೊಟ್ಟಂತ ನನ್ನ ಬಹಳ ಪ್ರೀತಿಯ ನನ್ನ ಪಾಸ್ಟರ್ ಅವರಿಗೆ ಕ್ರಿಸ್ಟಫರ್ ಪಾಸ್ಟರ್ ಅವರಿಗೂ ನಾನು ವಂದನೆ ತಿಳಿಸ್ತೇನೆ. എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ക്രിസ്റ്റഫർ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ಮತ್ತು ಪಾಸ್ಟರ್ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡುವ ನಿಮಗೂ ಕೂಡ ನನ್ನ ಕರ್ತನಾದ ಯೇಸುವಿನ ನಾಮದ ವಂದನೆ ತಿಳಿಸ್ತೇನೆ. ಎಷ್ಟು ಜನ ಸಂತೋಷವಾಗಿದ್ದೀರಿ? സന്തോഷകരമായി ദൈവത്തെ സ്തുതിക്കുന്നു. ಹಲ್ಲೆಲೂಯ. ನೋಡಿ, ನಾನು ಎಷ್ಟೇ ದೊಡ್ಡ ಪ್ರಸಂಗಿ ಆಗಿದ್ರು, ഞാൻ എത്ര വലിയൊരു പ്രസംഗകനായിരുന്നാലും ಕೇಳುವ ನಿಮ್ಮಲ್ಲಿ ದಾಹ ಇಲ್ಲ, ಆಸಕ್ತಿ ಇಲ್ಲದಿದ್ರೆ ಇವನ್ ಯೇಸು ಬಂದ್ರು ಏನು ಮಾಡಕ್ಕಾಗುದಿಲ್ಲ. അവൻ കേൾക്കുന്ന നിങ്ങളിൽ ഒരു താല്പര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനോടൊരു വാഞ്ചയും ഇല്ലെങ്കിൽ യേശു വന്നാൽ പോലും ഒന്നും നടക്കത്തില്ല ഇവിടെ. ಹಲ್ಲೆಲೂಯ. ಒಂದು ಮ್ಯಾಗ್ನೆಟ್ ಇದೆ. ഒരു കാന്തമുണ്ടെങ്കിൽ ಆ ಮ್ಯಾಗ್ನೆಟ್ ಕಬ್ಬಣ ಮಾತ್ರ ಆಕರ್ಷಣೆ ಮಾಡ್ಕೊತ, ആ കാന്തം ഇരുമ്പിനെ മാത്രമേ ആകർഷിക്കൂ. ಗೋಲ್ಡ್ ತಗೊಂಡ್ಬಂದ್ರು ಆಕರ್ಷಣೆ ಮಾಡಲ್ಲ. അതിനെ ഇനി സ്വർണം കൊണ്ടൊന്ന് അടുത്തുകൊണ്ടെന്ന് വെച്ചാലും അത് കയറി പിടിക്കത്തില്ല. ಯಾವ್ದು ತಗೊಂಡ್ಬಂದ್ರು ಅದು ಆಕರ್ಷಣೆ ಆಗುದಿಲ್ಲ. വേറെ എന്ത് കൊണ്ടെന്ന് വെച്ചാലും അത് കയറി പിടിക്കത്തില്ല. ಹಾಗಾಗಿ ನಿಮಗೆ ಹೃದಯದಲ್ಲಿ ದಾಹ ಇದ್ರೆ ನನ್ನ ದೇವರು ನಿಮ್ಮನ್ನ ತೃಪ್ತಿಪಡಿಸಕ್ಕೆ ಶಕ್ತರಾಗಿದ್ದಾರೆ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ദാഹമുണ്ട് എങ്കിൽ എന്റെ കർത്താവ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവനാകുവാനിടയായി. ಈ 2 ದಿನದಲ್ಲಿ ഈ 2 ദിവസങ്ങളിൽ ನಾನು ಸತ್ಯವಾಗಿ ಹೇಳುತ್ತೇನೆ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ಅನೇಕರ ಮನೋನೇತ್ರ ಕಣ್ಣುಗಳು ಬೆಳಗಿಸಲ್ಪಡತಕ್ಕದಾಗಿದೆ. അനേകരുടെ മനോനേത്രങ്ങൾ തുറക്കപ്പെടുവാനിടയായി. ಈ ಪ್ರಪಂಚದಲ್ಲೇ ಒಂದು ದೊಡ್ಡ ಅದ್ಭುತ ಅಂದರೆ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ಮನೋನೇತ್ರ ಕಣ್ಣುಗಳು ಬೆಳಗಿಸಲ್ಪಡ, ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. ನನ್ನ ಚರ್ಚಲ್ಲಿ, എന്റെ സഭയിൽ 28 ವರ್ಷ ಸೇವೆಯಲ್ಲಿ 62 ಜನರು ಸತ್ತವರು ಎದ್ದಿದ್ದಾರೆ. 28 വർഷത്തെ ശുശ്രൂഷക്കിടയിൽ ഏകദേശം 62 പേർ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ಆದರೆ എന്നാലും ಅದಕ್ಕಿಂತಲೂ ದೊಡ್ಡ ಅದ್ಭುತ ಮನೋನೇತ್ರ ಕಣ್ಣುಗಳು ಬೆಳಗಿಸಲ್ಪಡ, അതിനേക്കാളും വലിയ അത്ഭുതമെന്ന് ഞാൻ കാണുന്നത് അവൻ മനസ്സിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. ಕುಷ್ಠರೋಗಿಗಳು ನಮ್ಮ ಚರ್ಚಲ್ಲಿ ಗುಣ ಆಗಿದ್ದಾರೆ. കുഷ്ഠരോഗികൾ ഞങ്ങളുടെ സഭയിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ಕ್ಯಾನ್ಸರ್ಗಳು ಗುಣವಾಗಿದೆ. ക്യാൻസർ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ಪ್ರತಿ ವಾರ ಅದ್ಭುತಗಳು ಸೂಚನೆಗಳು ನಡೀತಾನೆ ಇದೆ. അവൻ എല്ലാ ആഴ്ചകളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാറുമുണ്ട്. ಆದರೆ ಈ ಎಲ್ಲ ಅದ್ಭುತಕ್ಕಿಂತ
ಒಬ್ಬ ಮನುಷ್ಯನ ಮನೋ ನೇತ್ರ ಕಣ್ಣುಗಳು ಬೆಳಗಿಸಲ್ಪಡುವಂತದ್ದು. എന്നാൽ ഈ പുറമെ കാണുന്ന എല്ലാ അത്ഭുതങ്ങളൊക്കെ അപ്പുറമായി ഒരു മനുഷ്യന്റെ മനസ്സിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ನಾವು ಚರಿತ್ರೆಯನ್ನು ನೋಡುವಾಗ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ಯೇಸು ಶಿಷ್ಯರನ್ನ 3.5 ವರ್ಷ ಅವರನ್ನ ಟ್ರೈನಿಂಗ್ ಕೊಟ್ಟರು. അവൻ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് 3.5 വർഷം അവൻ ട്രെയിനിങ് കൊടുക്കുവാനിടയായി. ಆಮೇಲೆ ಯೇಸು ಹೇಳಿದ್ರು ಈ 3.5 ವರ್ಷದಲ್ಲಿ ತನ್ನ ಮರಣವನ್ನು ಕುರಿತು ಪುನರುತ್ಥಾನದ ಕುರಿತು ಆತನು ಲೋಕದ ಕಟ್ಟಕಡೆ ಹೋಗಿ ಸಾರ್ಬೇಕೆಂಬುದಾಗಿ ಹೇಳಿ ಅವರನ್ನ ಏರ್ಪಾಡು ಮಾಡಿದ್ರು. അവൻ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു കർത്താവ് തന്റെ പുനരുത്ഥാനത്തോടനുബന്ധിച്ച് താൻ പറയുകയാണ്, ഞാൻ എന്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും നിങ്ങൾ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി അറിയിക്കണമെന്ന്. ಆದರೆ ಯೇಸು ಸತ್ತ ನಂತರ എന്നാൽ യേശു മരിച്ചതിന് ശേഷം ಶಿಷ್ಯರು ಅದನ್ನ ಕಂಪ್ಲೀಟ್ ಆಗಿ ಮರೆತು ಬಿಟ್ರು. എന്നാൽ ശിഷ്യന്മാർ അതിനെ പൂർണ്ണമായും മറന്നുപോയി. ಯೇಸು ಮೇಲೆ ಪ್ರೀತಿ ಕಡಿಮೆ ಆಗಿಲ್ಲ, യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞില്ല, ಪ್ರಾರ್ಥನೆ ಕಡಿಮೆ ಆಗಿಲ್ಲ, പ്രാർത്ഥന കുറഞ്ഞില്ല, ಉಪವಾಸ ಕಡಿಮೆ ಆಗಿಲ್ಲ, ഉപവാസം കുറഞ്ഞില്ല. ಆದರೆ ಅದನ್ನ ಹೇಳಿದ್ದ ಎಲ್ಲವನ್ನು ಮರೆತು ಬಿಟ್ರು. എന്നാൽ യേശു പറഞ്ഞതെല്ലാം അവർ മറന്നുപോയി. സ്ത്രീಯರು ಮುಂಜಾನೆ ಎದ್ದು ಸಮಾಧಿಗೆ ಹೋದ್ರು. സ്ത്രീ രാവിലെ അധികാലത്ത് എഴുന്നേറ്റ് ശവക്കൊട്ടയിലേക്ക് ഓടി. അതിമുഞ്ചാನೆ ಎದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡೋರು ಅನೇಕರು ಇದ್ದೀರಿ. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ. ಆದರೆ ಯೇಸು ಹೇಳಿದ್ದನ್ನ ಮರ್ತೇ ಬಿಟ್ಟಿದ್ದಾರೆ. എന്നാലും യേശു പറഞ്ഞതെല്ലാം അവർ മറന്നുപോയി. ಅಲ್ಲಿ ಸಮಾಧಿಯಲ್ಲಿ ಹೋಗಿ ಯೇಸು ಹುಡುಕ್ತಾರೆ. അവർ ശവക്കൊട്ടയിലേക്ക് ചെന്ന് യേശുവിന്റെ കല്ലറയ്ക്ക് ചെന്ന് യേശുവിനെ തിരയുകയാണ്. ಅಲ್ಲಿ ಒಬ್ಬ ದೂತನು ಹೇಳ್ತಾನೆ, ಇಲ್ಲಿ ಯೇಸು ಇಲ್ಲ, ಸತ್ತವರ ಮಧ್ಯದಲ್ಲಿ ಜೀವವಾಗಿರುವವರು ಯಾಕೆ ಹುಡುಕ್ತೀರಿ ಎಂಬುದಾಗಿ. സ്തോത്രം. എന്നാൽ ഒരു ദൂതൻ എഴുന്നേറ്റ് ഇങ്ങനെ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ ഈ കല്ലറയ്ക്കൽ നിങ്ങൾ എന്തിനാണ് തേടുന്നതെന്ന് ചോദിപ്പാനിടയായി. ಆದ್ರೂ ಅವ್ರಿಗೆ ಅರ್ಥ ಆಗಿಲ್ಲ, എന്നിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല. ಹಲ್ಲೆಲೂಯಾ. ಉತ್ಸಾಹ ಇದೆ, ഉത്സാഹമുണ്ട്. അതിമുഞ്ചಾನೆ ಎದ್ದರು, വെളുപ്പിന് എഴുന്നേറ്റു. ಕತ್ತಲೆ ಇದ್ದಾಗಲೇ ಸಮಾಧಿ ಬೆಳಗ್ಗೆ ഇരുട്ടുള്ളപ്പോഴേ കല്ലറയ്ക്കലേക്ക് ഓടിച്ചെന്നു. ಆದ್ರೆ ಯೇಸು ಹೇಳಿದ್ದನ್ನ ತಿಳ್ಕೊಂಡಿಲ್ಲ. എന്നിട്ടും യേശു പറഞ്ഞതിനെ മനസ്സിലാക്കിയില്ല. ದೇವದೂತರು ಹೇಳಿದ್ದು ಕೂಡ ಅವ್ರ ತಲೆಗೆ ಹೋಗ್ತಾರೆ. ദൈവദൂതന്മാർ അവരോട് പറഞ്ഞിട്ടും അവരുടെ അകത്തേക്ക് ചെല്ലുന്നില്ല. ಅಲ್ಲಿ ಒಂದು ಗುಂಪು ಜನ ಶಿಷ್ಯರಿದ್ದಾರೆ. അവിടെ ഒരു കൂട്ടം ശിഷ്യന്മാരുണ്ട്. ಅವರು ಯೇಸು ಬಗ್ಗೆ ಚಿಂತೆಯುಳ್ಳವರಾಗಿದ್ದಾರೆ. അവർ യേശുവിനെ കുറിച്ച് വളരെയേറെ ചിന്തിക്കുന്നവരും ഭാരപ്പെടുന്നവരായിരുന്നു. 3 ದಿನ ಊಟ ಮಾಡಿಲ್ಲ, അവർ 3 ദിവസം ആഹാരം കഴിച്ചില്ല. ಉಪವಾಸದಲ್ಲಿದ್ದಾರೆ. അവർ ഉപവാസത്തോടെ ഇരിക്കുകയാണ്. ಯಾತಕ್ಕಾಗಿ ಯೇಸು ಇಲ್ಲ ಎಂಬುದಾಗಿ. ಯಾಕೆ ಅಂದ್ರೆ ಯೇಸು എന്തിനു വേണ്ടി? യേശുവിന് വേണ്ടി. ಆದ್ರೆ ಈ ಸ್ತ್ರೀಯರು ಹೋಗಿ ಹೇಳ್ತಾರೆ. ഈ സഹോദരി പോയി പറയുകയാണ്. ಆಗ ಅವರು ಯೋಹಾನ್ ಪೇತ್ರರು ಓಡಿ ಬರ್ತಾರೆ. യോഹന്നാനും പത്രോസും ഓടി ചെല്ലുകയാണ്. ಎಲ್ಲಿಗೆ? എങ്ങോട്ട്? ಸಮಾಧಿಗೆ ಹೋಗ್ತಾರೆ. കല്ലറയ്ക്കലേക്ക്. ಅಲ್ಲಿ ಯೇಸು ಇಲ್ಲ, അവിടെ യേശുവില്ല. ಬಹಳ ವ್ಯಸನದಿಂದ ಹಿಂತಿರುಗಿ ಹೋಗ್ತಾರೆ. വളരെ വ്യസനത്തോടെ അവർ തിരികെ പോവുകയാണ്. ಇನ್ನೊಂದು ಗುಂಪು ಜನರು, വീണ്ടും വേറൊരു ഗ്രൂപ്പ് ജനം, ಎಮ್ಮಾವರ ಶಿಷ್ಯರು, എമ്മോസിലെ ശിഷ്യന്മാർ, ಅವರು ರೋಡಲ್ಲಿ ಯೇಸು ಬಗ್ಗೆ ಮಾತಾಡ್ಕೊಂಡು ಹೋಗ್ತಿದ್ದಾರೆ. അവർ റോട്ടിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. ನಾವು ಯಾವಾಗಲೂ ಯೇಸು ಬಗ್ಗೆ ಹೇಳ್ತಿರ್ತೀವಿ, നമ്മൾ എപ്പോഴും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ಆದ್ರೆ ಯೇಸುವಿನ ಪುನರುತ್ಥಾನ ಕುರಿತು ಅರಿವಿಲ್ಲ. യേശുവിനെ കുറിച്ചും യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചും അവർക്ക് ഒരു അറിവില്ല. ಯೇಸುವೆ ಪಕ್ಕದಲ್ಲಿ ಬಂದು ನಿಂತ್ಕೊಂಡು യേശു അവരുടെ അടുത്ത് വന്ന് നിന്നു. ಅದನ್ನ ಹೇಳ್ತಾರೆ, ಏನು ವಿಷಯ ಮಾತಾಡ್ತಿದ್ದಾರೆ? അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. ಅವ್ರು ಹೇಳ್ತಾರೆ, ಯೇಸು ನಿನಗೆ ಗೊತ್ತಿಲ್ವಾ? ನಾವಾದ್ರೂ ಪ್ರವಾದಿ ಎಂದು ಆತನನ್ನ ನಾವು ಮೆಸ್ಸ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಂಡಿದ್ವಿ. അവർ യേശുവിനോട് പറയുകയാണ്, നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ഗസയിലേക്കുള്ള യാത്രയിലാണ്. ಆಗ ಯೇಸು ಹತ್ರನೇ ಕೇಳ್ತಿದ್ದಾರೆ ಯೇಸು ಬಗ್ಗೆ. യേശുവിനെ കുറിച്ച് യേശുവിനോട് തന്നെ അവർ സംസാരിക്കുകയാണ്. ಅವರ ಮನಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಟ್ಟಿತ್ತು. അവരുടെ മനോനേത്രങ്ങൾ അടയപ്പെട്ടു പോയി. 7 ಮೈಲಿ 13 ಕಿಲೋಮೀಟರ್ ಅವ್ರ ಜೊತೆಲಿ ಯೇಸು ನಡ್ಕೊಂಡ್ಬಂದು, ഏകദേശം 7 മൈൽ അഥവാ 12-13 കിലോമീറ്ററുകൾ അവർ യേശുവിനോട് കൂടെ നടന്നുപോയി. ತನ್ನ ವಿಷಯವಾಗಿ ಮೋಸೆ ಬಂದಂತ ಗ್ರಂಥಗಳಲ್ಲೂ ಕೀರ್ತನೆಗಳಲ್ಲೂ ಪ್ರವಾದಿ ಮೇಜರ್ ಮತ್ತು ಮೈನರ್ ಪ್ರಾಫಿಟ್ಗಳು ಬರೆದಂತ ಎಲ್ಲಾ ಪುಸ್ತಕಗಳಿಂದ ಯೇಸು ತನ್ನನ್ನು ಕುರಿತು ಪ್ರಸಂಗ ಮಾಡಿದ್ರು. യേശു തന്നെ കുറിച്ച് തന്നെ മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളെ കുറിച്ചും ചരിത്ര പുസ്തകങ്ങളെ കുറിച്ചും സങ്കീർത്തനങ്ങളെ കുറിച്ചും എല്ലാം അവരോട് യേശു അതിൽ നിന്നൊക്കെ എടുത്ത് ഉദ്ധരിച്ച് സംസാരിച്ചുകൊണ്ടേ പോകില്ല. യേശു ಬಗ್ಗೆ യേശു ಹೇಳ್ತಿದ್ದ, യേശുവിനെ കുറിച്ച് തന്നെ യേശു പറയുക.
ಅವ್ರಿಗೆ ಅರ್ಥ ಆಗಿಲ್ಲ. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ಕೂಟ ಅಟೆಂಡ್ ಆಗ್ತಾರೆ, ಕೂಟಕ್ಕೆ ಅಟೆಂಡ್ ಆಗ್ತಾರೆ, അവൻ മീറ്റിങ്ങിന് കടന്നു വരും, ಊಟನು ಮುಗಿತದೆ, അവൻ കഴിച്ചും കഴിയും. ಆದ್ರೆ ಬೇರೆ ಅರ್ಥ ಆಗಿಲ್ಲ. യേശുവിനെ കുറിച്ച് ഒരു അല്പം പോലും മനസ്സിലാക്കത്തില്ല. ಇವತ್ತು ಅಂತ ಕೂಟಗಳು ಇದೆ. ഇന്നും അങ്ങനെയുള്ള കൂട്ടരുണ്ട്. ബൈബിൾ എഴുതുന്നത് when you know the truth will set you free. അവൻ വചനം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ಈ ಒಳಗೆ ನಾವು ಪ್ರವೇಶಿಸುವಾಗ ಅಲ್ಲಿ ಮುಂದಗಡೆ ಇತ್ತು, ഞാനിവിടെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ആ വചനം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ಒಳಗಡೆ ಬೋರ್ಡ್ ಇತ್ತು. അവൻ അകത്ത് വേറെ വചനം എഴുതിയിട്ടുണ്ട്. ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಯ್ತು. എനിക്ക് ഭയങ്കര സന്തോഷമായി. ನಾನು ಸರಿಯಾದ ಸ್ಥಳಕ್ಕೆ ಬಂದಿದ್ದೇನೆ. ഞാൻ യഥാർത്ഥം എനിക്ക് ശരിയായ സ്ഥലത്തേക്കാണ് ഞാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ಈ 2 ದಿನದೊಳಗೆ ഈ 2 ദിവസത്തിനുള്ളിൽ ನಾವು ಸತ್ಯವನ್ನು ತಿಳ್ಕೊಳ್ತೇವೆ. നമ്മൾ സത്യം മനസ്സിലാക്കാൻ പോവുകയാണ്. ಇಲ್ಲಿ ಅಲ್ಲ, ഇവിടെയല്ല, ಇಲ್ಲಿ ತಿಳ್ಕೊಬೇಕು. ഇവിടെ അറിയണം. when you know the truth ಅಂದ್ರೆ ആമേൻ, നിങ്ങൾ സത്യം അറിയുമ്പോൾ എന്ന് പറയുമ്പോൾ ಇಲ್ಲಿ ಬಹಳ ಜನ ಅರ್ತಿದ್ದಾರೆ. ആമേൻ, ഇവിടെ സത്യം അറിഞ്ഞവർ ഒരുപാട് പേരുണ്ട്. ಆದ್ರೆ ಇಲ್ಲಿ ಅನೇಕರು ಅರ್ತಿಲ್ಲ. എന്നാൽ അനേകർ ഇതിനകത്ത് ആ സത്യം അറിഞ്ഞിട്ടില്ല. ಇಲ್ಲಿ ಅರಿಬೇಕಾದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನು ನಮಗೆ ಸಹಾಯ ಮಾಡ್ತಾನೆ. ആമേൻ, ഇവിടെ ആ സത്യത്തിന്റെ അറിവുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തണം. ಇಲ್ಲಿ ಒಬ್ಬ ಮನುಷ್ಯನು ಸತ್ಯವನ್ನು ತಿಳ್ಕೊಂಡ್ರೆ ആമേൻ, ഇവിടെ ഒരുവൻ സത്യം മനസ്സിലാക്കിയാൽ ಅವನು ಎಂದೆಂದಿಗೂ ಬಿಡುಗಡೆ ಆಗಿರ್ತಾನೆ. അവൻ എന്നേക്കും വിടുതൽ പ്രാപിപ്പാനിടയാണ്. ಇನ್ನೊಂದು ಬಿಡುಗಡೆ ಕೂಡ ಅವನಿಗಿಲ್ಲ. അവൻ വീണ്ടും ഒരു വിടുതലിന്റെ കൂട്ടായ്മ അവന് വേണ്ട. ಇನ್ನೂ ಬಿಡುದಲೆ ಪ್ರೇಯರ್ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഇനി വിടുതലിന്റെ പ്രാർത്ഥന അവന് ആവശ്യമില്ല. ಇನ್ನೊಂದು ಪ್ರವಾದನೆ ಅವನಿಗೆ ಅವಶ್ಯಕತೆ ಇಲ್ಲ. വീണ്ടും ഒരു പ്രവചനത്തിന്റെ ആവശ്യം അവനില്ല. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಇನ್ನು ಹೋಗಿ ಜನರಿಗೆ ತಲೆ ಕೊಡೋದಿಲ್ಲ. അവൻ വീണ്ടും പോയി ജനത്തിന്റെ മുമ്പിൽ കൊണ്ട് തല വെക്കേണ്ട ആവശ്യമില്ല. ಯಾಕೆ? എന്തുകൊണ്ട്? ಸತ್ಯವನ್ನು ತಿಳಿದುಕೊಂಡ್ರೆ ಸತ್ಯವೇ ಅವನನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ತದೆ. സത്യം അവൻ അറിഞ്ഞാൽ ആ സത്യം അവനെ സ്വതന്ത്രമാക്കുവാനിടയായി തീരും. ಕುಮಾರನು ಬಿಡುಗಡೆ ಮಾಡಿದರೆ അവൻ മകൻ നമ്മെ വിടുവിച്ചാൽ ಅದು ನಿಜ ನಿಜವಾದ ಬಿಡುಗಡೆ ಆಗುತ್ತೆ. അവൻ പുത്രന്റെ വിടുതൽ നാം പ്രാപിച്ചാൽ അത് നിത്യമായ വിടുതലായിരിക്കും. ನಿಜವಾದ ಬಿಡುಗಡೆ. അവൻ സത്യമായ വിടുതലാണ്. ಡೂಪ್ಲಿಕೇಟ್ ಅಲ್ಲ, ಸತ್ಯವಾದ ಬಿಡುಗಡೆ. അത് സത്യമായ വിടുതലായിരിക്കും. ಆಮೇಲೆ അവൻ ಇನ್ನೊಂದು ಬಿಡುಗಡೆ ಅವಶ್ಯಕತೆ ಇಲ್ಲ. വീണ്ടും ഒരു വിടുതലിന്റെ ആവശ്യമില്ല. ಒಂದೊಂದು ರಿವೈವಲ್ ಅವಶ್ಯಕತೆ ಇಲ್ಲ. അവൻ വീണ്ടും ഒരു ഉണർവ് ആവശ്യമില്ല. 38 ವರ್ಷದಿಂದ ಈ ಸತ್ಯವನ್ನ ತಿಳ್ಕೊಳ್ಳೋಕೆ ಸಹಾಯ ಮಾಡಿದ್ರು. 38 വർഷം മുൻപ് ഈ സത്യത്തെ തിരിച്ചറിയുവാൻ എനിക്ക് ദൈവം സഹായിച്ചു. ಒಂದು ಹಿಂದೂ ಕುಟುಂಬದಿಂದ ರಕ್ಷಣೆ ಹೊಂದಿದೆ. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ಅಂದಿನಿಂದ ಇವತ್ತುವರೆಗೂ ಈ ಸತ್ಯವು ನನ್ನನ್ನು ಮಾತ್ರವಲ್ಲ, ನನ್ನನ್ನು ಕೇಳುವ ಅನೇಕರನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತಾ ಇತ್ತು. അന്ന് മുതൽ ഇന്ന് വരെയും ആമേൻ സ്തോത്രം, എന്നെ മാത്രമല്ല എന്നിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ സത്യം സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ಅದಕ್ಕೆ ನಮ್ಮೊಂದಿಗೆ ಸಹಾಯಕನಿದ್ದಾನೆ. അവൻ അതിനുവേണ്ടി ഞങ്ങൾക്കൊരു സഹായകനുണ്ട്. ಆತನ ಹೆಸರು ಪರಿಶುದ್ಧಾತ್ಮ ದೇವ. അവൻ ആ സഹായകന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ಯೇಸು ಹೇಳಿದ್ರೆ ನಾನು ಹೋಗಿ ಒಬ್ಬರನ್ನ ಕಳಿಸ್ಕೊಡ್ತೇನೆ. യേശു പറയുകയാണ്, ഞാൻ പോയി മറ്റൊരുവനെ ആമേൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ಆತನು ಸದಾ ಕಾಲ ನಿಮ್ಮ ಸಂಗಡ ಇರುವಾತನಾಗಿದ್ದಾನೆ. അവൻ സദാകാലം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಆತನ ಹೆಸರು ಸಹಾಯಕನು. അവന്റെ പേര് സഹായകൻ എന്നാണ്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಗಂಡ ಹೆಂಡತಿ ಒಂದೇ ಶರೀರವಾಗಿದ್ದಾರೆ. അവൻ ഭാര്യയും ഭർത്താവും ഒരേ ശരീരമാകുന്നതുപോലെ ಹೆಂಡತಿಯನ್ನು ದೇವರು ಸಹಾಯಕಳಾಗಿ ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ. അവൻ ഭാര്യയെ സഹായകയായി അവൻ ദൈവം തന്നിരിക്കുന്നതാണ്. ಆದರೆ ಅನೇಕ ಸಮಯದಲ್ಲಿ ಆ ಸಹಾಯಕಿ ಸೋತೋಗ್ಬಿಡ್ತಾನೆ. അവൻ എന്നാൽ പലപ്പോഴും ആ സഹായകയായിരിക്കേണ്ട ഭാര്യ പലപ്പോഴും അവൻ തോറ്റുപോകാറുണ്ട്, പരാജയപ്പെടാറുണ്ട്. ಅಯ್ಯೋ ಎಷ್ಟು ಸಹಾಯ ಮಾಡೋದಪ್ಪ ಅಂತ ಬೇಜಾರಾಗ್ತದೆ. അവൻ അയ്യോ യേശു എന്നെ സഹായിക്കണേ എന്ന് പറയാറുണ്ട്. ಅದಲ್ಲ ವೈಫ್ ಕೆಲವೊಮ್ಮೆ ಬಹಳ ಸೋತೋಗ್ಬಿಡ್ತಾರೆ. അവൻ വൈഫ് അങ്ങനെ പറയാറുണ്ട്. അവൻ വളരെയേറെ പരാജയപ്പെട്ട അവസ്ഥയിൽ ഇരിക്കാറുണ്ട്. ಸಹಾಯ ಮಾಡೋಕೆ അവൻ സഹായം ചെയ്യാൻ, കർത്താവിനെ സഹായിക്കാൻ. ನೋಡಿ, ಈಗ ನಾನು ಒಬ್ಬ ಸಭಾಪಾಲಕನು. ഞാനൊരു പാസ്റ്റർ. ನನ್ನ ಮನೆಗೆ ಡೋರ್ಗೂ ಕೀ ಇಲ್ಲ, ಚರ್ಚ್ಗೂ ಕೀ ಇಲ್ಲ. എന്റെ വീടിനും താക്കോലില്ല, ചർച്ചിനും താക്കോലില്ല. 24 hours ಜನ ಬರ್ತಾರೆ ಹೋಗ್ತಾರೆ. എന്റെ ചർച്ചിലും വീട്ടിലും 24 മണിക്കൂറും ജനം വന്നും പോയി ഇരിക്കും. ಅಲ್ಲಿ ಯಾವಾಗ ಬಾಗ್ಲೇ ಇಲ್ಲ, ನಮ್ಮ ಮನೆಗೆ ಕೀ ಇಲ್ಲ. വീടിനും ചർച്ചിനും താക്കോലേ ഇല്ല.
ಈಗ ನಮ್ಮ ಮಿಸ್ಸಸ್ ಅವರು അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഭാര്യ ನನ್ನ ಮದುವೆ ಆದ ದಿನದಿಂದ അവൻ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ನನಗೂ ಸಹಾಯ ಮಾಡ್ತಾರೆ, എന്നെ സഹായിക്കും. ನನಗೆ ಫ್ರೆಂಡ್ಸ್ ಸೇವಕರು ಬರ್ತಾ ಇರ್ತಾರೆ. അവൻ എന്റെ കൂട്ടുകാര് എന്റെ വിശ്വാസികള് എല്ലാം വന്നുകൊണ്ടേയിരിക്കും. ಯಾವಾಗ್ಲೂ ಇಷ್ಟು ಜನ ಬಂದು ಹೋಗೋದು ದಿನ ഏകദേശം എല്ലാ ദിവസവും ഇത്രയും ആൾക്കാർ വന്നും പോയി കൊണ്ടിരിക്കും. ಕನಿಷ್ಠ 100-150 ಊಟ ಪ್ರತಿದಿನ ಅಲ್ಲಿ ನಡಿಬೇಕು. കുറഞ്ഞത് 100-150 ഊണ് എപ്പോഴും അവിടെ എല്ലാവർക്കും ഒരുങ്ങിയിരിക്കും. ദിന എല്ലാ ദിവസവും. ಈಗ ಯೋಚನೆ ಮಾಡಿ ನಮ್ಮ ಬಿಸ್ನೆಸ್ ಎಷ್ಟು ಕಷ್ಟ ಇರ್ಬೋದು ಅವ್ರಿಗೆ. അവൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ ഭാര്യ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവുമെന്ന്. ನಾವೊಂದು ಮದುವೆ ಆಗಿದ್ದವರೆಗೂ ಒಂದು ಟೂರ್ ಹೋಗಿಲ್ಲ. അവൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഇതുവരെ ഒരു ടൂറിന് പോയിട്ടില്ല. ಈಗ ನನ್ನ ಹತ್ರ ಇರೋದು 16th ಕಾರ್, 17th ಕಾರ್. അവൻ ഏകദേശം 16ാമത്തെ കാറാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ನನ್ನ ಗಾಡಿಯಲ್ಲಿ ನನ್ನ ಹೆಂಡತಿ ಹೆಚ್ಚು ಕೂತಿಲ್ಲ. അവൻ എന്റെ കാറിനകത്ത് എന്റെ ഭാര്യ അധികം നേരം ഇരുന്നിട്ടില്ല. ಒಂದು ವೇಳೆ ಪರಲೋಕಕ್ಕೆ ಹೋದಾಗ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ ನಮ್ಮ ಹೆಂಡತಿನ ಕೇಳಿದ್ರೆ അവൻ എന്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചാൽ ಇನ್ನೊಂದು ಜನ್ಮ ಇದೆ, അവൻ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ಈ ಸುರೇಶ್ ಮದುವೆ ಆಗ್ತೀಯ ನೀನು, സുരേഷിനെ നീ കല്യാണം കഴിക്കുന്നെന്ന് ചോദിച്ചാൽ ಅವ್ರು ಏನ್ ಹೇಳ್ಬೋದು? അവരെന്ത് പറയുമായിരിക്കും? ಗೊತ್ತಿಲ್ಲ, ಅವ್ರನ್ನ ಕೇಳ್ಬೇಕು. അറിയത്തില്ല, അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ಅವ್ರು ಒಂದಿನ ಕೂಡ ಬೇಜಾರಾಗಿಲ್ಲ. അവൻ ഇതുവരെയും അവൻ നിരാശപ്പെട്ടില്ല. ನನಗೆ ಬೇಜಾರಾಗತ್ತೆ. അവൻ എനിക്ക് ഇടയ്ക്ക് വിഷമം തോന്നാറുണ്ട്. ಯಾವಾಗ್ಲೂ ಸಹಾಯ ಮಾಡ್ತಾ ಇರ್ತಾರೆ. എപ്പോഴും എന്റെ ഭാര്യ സഹായിച്ചുകൊണ്ടേയിരിക്കും. ನನ್ನ ಬಟ್ಟೆ ಗಿಟ್ಟೆಲ್ಲ ತೆಗೆದಿಡೋದಕ್ಕೆಲ್ಲದಕ್ಕೂ ಅವರೇ ಸಹಾಯ. അവൻ എന്റെ വസ്ത്രം എടുക്കാനും എല്ലാം പുള്ളിക്കാരിയാണ് സഹായിക്കുന്നത്. ದಿನ ಬೆಳಿಗ್ಗೆ ಸಂಜೆ ಬಟ್ಟೆ ಹಾಕ್ತಾ ಇರ್ತಾರೆ. അവൻ ഞാൻ രാവിലെയും വൈകിട്ടും വസ്ത്രങ്ങൾ മാറാറുണ്ട്. ಅವ್ರು ಒಗಿತಾ ಇರ್ತಾರೆ, അവര് കഴുകാറുണ്ട്. ಇಷ್ಟೂ ಸೇವೆ ಮಧ್ಯದಲ್ಲಿ ഈ എല്ലാ ശുശ്രൂഷകളുടെ ഇടയിൽ ಅವರು ಒಂದು ವೇಳೆ ಬೇಜಾರು ಆಗ್ಬೋದು, അവർ ഒരു പക്ഷേ നിരാശപ്പെടാം, ಟಯರ್ಡ್ ಆಗ್ಬೋದು, അവൻ ഒരു പക്ഷെ ക്ഷീണിക്കാം. ಆದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮ ಟಯರ್ಡ್ ಆಗುದಿಲ್ಲ. എന്നാൽ പരിശുദ്ധാത്മ ഒരിക്കലും ക്ഷീണിക്കത്തില്ല. ಅವರು ಬೇಜಾರಾಗುದಿಲ್ಲ, അവര് നിരാശപ്പെടത്തില്ല. ಅವರು 24/7 ನಮಗೆ ಸಹಾಯ ಮಾಡ್ತಾರೆ. പരിശുദ്ധാത്മാവ് 24 മണിക്കൂർ നമ്മുടെ സഹായകനായി നമ്മുടെ കൂടെയുണ്ട്. ಸಹಾಯಕನಾಗಿದ್ದಾನೆ. അവൻ നമ്മുടെ സഹായകനായി കൂടെയുണ്ട്. ಆದ್ರೆ ನೀನು ಏನು ಕೇಳಿದ್ರು ಹೇಳ್ಕೊಳಕ್ ಶಕ್ತನಾಗಿ, അവൻ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് അവൻ സന്നദ്ധനാണ്. ಆ ಪವಿತ್ರಾತ್ಮರು ಪ್ರತಿಯೊಬ್ಬರಲ್ಲೂ ಇದ್ದಾರೆ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ട്. ಆತ ನಿಮಗೆ ನಿತ್ಯವೂ ಸಹಾಯಕನಾಗಿದ್ದಾನೆ. അവൻ നമുക്ക് നിത്യവും സഹായകനായി കൂടെയുണ്ട്. ನಿಮ್ಮನ್ನು ಸಕಲ ಸತ್ಯದಲ್ಲಿ ನಡಿ ಅಂತ ಹೇಳೋದಿಲ್ಲ. അവൻ സകല സത്യത്തിലും നടക്കൂ എന്ന് പറയുകയില്ല. ಆತನೇ ನಡೆಸಿಕೊಂಡು ಹೋಗಿ ಸೇರಿಸುವ ಆತನಾಗಿದ್ದಾನೆ. അവൻ നമ്മെ നടത്തിക്കൊണ്ട് അവിടെ എത്തിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಆ ಪವಿತ್ರಾತ್ಮನು ತಾನೇ ನಮ್ಮೆಲ್ಲರಲ್ಲಿ ವಾಸವಾಗಿದ್ದಾನೆ. അവൻ ആ പരിശുദ്ധാത്മാവ് ആണ് നമ്മളിൽ എല്ലാവരും അധിവസിക്കുന്നത്. Praise the Lord. ഹല്ലേലൂയ. 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 ಓಲ್ಡ್ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ പഴയ നിയമത്തിൽ ಲಿಮಿಟ್ ಇತ್ತು, ಲಿಮಿಟ್. അവൻ ഒരു പരിധി ഉണ്ടായിരുന്നു. ಪರಿಶುದ್ಧಾತ್ಮದ ಲಿಮಿಟ್ ಇತ್ತು. പരിശുദ്ധാത്മാവിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ಎಲಿಯ ಮೇಲಿದ್ದಂತ ಆತ್ಮ എലിയാവിന്റെ മേലുണ്ടായിരുന്ന ആത്മാവ് ಎಲೀಷನ ಮೇಲೆ 2ರಷ್ಟು ಬಂತು. അവൻ എലീശയുടെ മുകളിൽ 2 മടങ്ങായി വന്നു. ಲಿಮಿಟ್ ಇದೆ, ಲಿಮಿಟ್. ഒരു പരിധിയുണ്ട്, പരിധി. ಮತ್ತು ಮೋಸೆ ಮೇಲಿದ್ದ ಆತ್ಮ മോശയുടെ മേലുണ്ടായിരുന്ന ആത്മാവ് ತೆಗೆದು 70 ಜನರಿಗೆ ಹಂಚಿಕೊಳ್ತು. ആ ആത്മാവിനെ എടുത്ത് 70 പേരിലേക്ക് അതിനെ കൊടുക്കുവാൻ തക്കവണ്ണം തീർന്നു. ಅದು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ. അത് പുതിയ നിയമത്തിൽ ಯೇಸುವನ್ನು ಸತ್ತವರೊಳಗಿಂದ ಎಬ್ಬಿಸಿದ ಅದೇ ಆತ್ಮ ನಮ್ಮಲ್ಲಿ ವಾಸವಾಗಿದೆ. എന്നാൽ യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ നമ്മുടെ അകത്ത് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റമെന്റ് ಅಲ್ಲಿ പഴയ നിയമത്തിൽ 2ರಷ್ಟು, 2 മടങ്ങ്. ന്യൂ ടെസ്റ്റമെന്റ് ಅಲ್ಲಿ പുതിയ നിയമത്തിൽ 100ರಷ್ಟು, 100 മടങ്ങ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಒಂದು ವಚನ ಓದಿಕೊಳ್ಳೋಣ. ഒരു വാക്യം വായിക്കാം. ತೀತನ 3ನೇ ಅಧ್ಯಾಯ 5ನೇ ವಚನ. തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ ಯಾರಾದ್ರೂ ದಯಮಾಡಿ ಮಲಯಾಳಂ ಇದ್ರೆ ಮಲಯಾಳಂನಲ್ಲೇ ಓದ್ರಿ, ಪರವಾಗಿಲ್ಲ. 5:3-5 3-ാം അധ്യായം 5-ാം വാക്യം. തീത്തോസിന്റെ പുസ്തകം. ಯಾರಾದ್ರೂ ಸ್ವಲ್ಪ ಜೋರಾಗಿ ಓದ್ರಿ. ആരെങ്കിലും ഒരാൾ ഉറച്ചു വായിച്ച് മലയാളത്തിൽ. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല, കറക്റ്റ്. തന്റെ കരുണപ്രകാരം മക്കളെ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് ജനന സ്നാനം കൊണ്ടും
ആ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ആ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവ് ಪರಿಶುದ್ಧಾತ್ಮ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ. നമ്മൾ ಎಷ್ಟು ಪವಿತ್ರಾತ್ಮ ಕೊಟ್ಟಿದ್ದಾನೆ നമ്മളിൽ പരിശുദ്ധാത്മാവിനെ എത്രത്തോളമാണ് തന്നിരിക്കുന്നത്? ധാരാളമായിട്ട് ധാരാളമായി, കൊഞ്ചല്ല കുറച്ചല്ല, ധാരാളമായിട്ട് പകർന്നു കൊടുത്തു ധാരാളമായിട്ടാണ് പകർന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ಹಾಗೆ ಈ ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮಲ್ಲಿ ಎಷ್ಟಿದ್ದಾರೆ അവൻ പരിശുദ്ധാത്മാവ് എത്രയുണ്ട് നമ്മുടെ അകത്ത്? ಧಾರಾಳವಾಗಿದ್ದಾನೆ ധാരാളമായിട്ടുണ്ട്. ಆಮೆನ್ ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ഹല്ലേലൂയ. ನಾವು ಅನೇಕ ಸಮಯ ಏನ್ ಮಾಡ್ತೀವಿ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? ಈಗ ಬಾ ದೇವ ಅಂತ ಕರಿತೀವಿ ഇപ്പോഴും ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണേ ಅದರ കർത്താവേ. ಮಧ್ಯದಲ್ಲಿ ಇಪ್ಪಡು ವರ್ಣವೇ അവൻ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോഴും ഇറങ്ങി വരണേ, ಶಕ್ತಿ ಪಗರ್ದನವೇ ശക്തി പകരണമേ എന്ന് പറയും. ಆಹಾ ಉಳ್ಳೆಲ್ಲ ಉಂಡೆ അവൻ ഉള്ളത് ഇതേ. ആമേൻ. ಎಷ್ಟಿದೆ എത്രയുണ്ട്? ಧಾರಾಳವಾಗಿದೆ അവൻ ധാരാളമായി അവൻ പകർന്നിരിക്കുകയാണ്. ಯಾಕೆ ಇದ್ದಾರೆ അവൻ എന്തിനാണുള്ളത്? ಅದನ್ನು ಸಹಾಯ ಮಾಡೋದಕ್ಕಾಗಿ അവൻ നമുക്ക് സഹായം ചെയ്യുവാൻ. ಏನ್ ಸಹಾಯ ಮಾಡ್ತಾರೆ അവൻ എന്ത് സഹായം ചെയ്യാനാണ്? ಸತ್ಯವನ್ನ ತಿಳ್ಕೊಳ್ಳತಕ್ಕ ಸಹಾಯ ಮಾಡ್ತಾರೆ സത്യത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള സഹായം. ನನ್ನ ಜನರು ನನ್ನನ್ನು ಅರಿಯದೆ ನಾಶವಾಗಿ ಹೋಗ್ತಿದ್ದಾರೆ അവൻ എന്റെ ജനം എന്നെ അറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ವಿಶ್ವಾಸಿಗಳಾಗಿರುವ ನಾವು അവൻ ഇത് വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും ನಾಶವಾಗೋದಕ್ಕೆ ಕಾರಣವೇನು അവൻ നശിച്ചു പോകാനുള്ള കാരണം എന്താ? ನಾವು ಆತನ ಅರಿಯಬೇಕಾದ ವಿಧದಲ್ಲಿ ಅರಿಯಲಿಲ್ಲ നമ്മൾ അറിയേണ്ടത് രീതിയിൽ അവനെ അറിഞ്ഞിട്ടില്ല. ನಾವು ಸತ್ಯವನ್ನು ಅರಿತಿದ್ದರೆ ಸತ್ಯವು ನಮ್ಮನ್ನ ಈ ಭೂಮಿ ಮೇಲೆ ಬಿಡುಗಡೆ നമ്മൾ ಆಗಿರ್ತೀವಿ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ആ സത്യം നമ്മെ ഈ ഭൂമിയിൽ നമ്മളെ സ്വതന്ത്രാക്കിയേനെ. ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ. ನಾವು ಸ್ವತಂತ್ರವಾಗಿದ್ರೆ ಮತ್ತೊಬ್ಬರನ್ನು ಸ್ವತಂತ್ರ ಮಾಡ್ತಿದ್ವಿ അവൻ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രമേ മറ്റുള്ളവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ കഴിയുകയുള്ളൂ. ಆದ ಕಾರಣ ಇಲ್ಲಿ ಇನ್ನೊಂದು ವಚನ ಹೇಳುತ್ತದೆ അവൻ ഇവിടെ മറ്റൊരു വചനം പറയുകയാണ്. ರೋಮರ್ 5:5 ಓದ್ಕೊಳ್ಳೋಣ റോമാലേഖനം 5-ാം വാക്യം. ಆತನ ಪ್ರೀತಿ ರಸವನ್ನು ಧಾರಾಳವಾಗಿ ತನ್ನ ಆತ್ಮನ ಮೂಲಕವಾಗಿ ನಮ್ಮಲ್ಲಿ ಆತನು ಸುರಿಸಿದ್ದಾನೆ അവൻ അവന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തെ അവൻ അധികമായി നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ಆತ್ಮನ ആമേൻ. സ്തോത്രം. സ്നേഹത്തിന്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ അധികമായി ചൊരിഞ്ഞിരിക്കുന്നു. ದಯಮಾಡಿ ಯಾರಾದ್ರೂ ಪಟ್ ಅಂತ ಓದೋರು ಇದ್ರೆ ಒಳ್ಳೇದಾಗಿರ್ತದೆ അവൻ വേഗം വായിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വേഗത്തിൽ വായിച്ചാൽ നന്നായിരിക്കും. ಆ ವಾಕ್ಯ ಓದುವಾಗ ಆ ವಾಕ್ಯಕ್ಕೆ ಜೀವ ಇದೆ അവൻ ಅದು വചനം വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവനായി ചലിക്കും. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ಹಲ್ಲೆಲೂಯ ಪರಿಶುದ್ಧಾತ್ಮದ ಮೂಲಕವಾಗಿ ಧಾರಾಳವಾಗಿ ತನ್ನ ಪ್ರೀತಿಯ ರಸವನ್ನ ನಮ್ಮಲ್ಲಿ ಅನುಗ್ರಹಿಸಿದ್ದಾನೆ പരിശുദ്ധാത്മാവിനാൽ അവൻ അവൻ സ്നേഹത്താൽ നമ്മുടെ അധികമായി നമ്മൾ മേൽ പകർന്നിരിക്കുന്നു. ಹಲ್ಲೆಲೂಯ ನಾವು ಆತನ ಪ್ರೀತಿಯಿಂದ ಪ್ರೇಮಿಸಲ್ಪಡತಕ್ಕಂಥವರಾಗಿದ್ದೇವೆ നമ്മൾ അവന്റെ സ്നേഹത്താൽ സ്തോത്രം പ്രേരിതരാകേണ്ടവരാണ്. ಹಲ್ಲೆಲೂಯ ನಾವು ಕೆಲವೊಮ್ಮೆ ದೇವರೇ ನಾನು ಪೂರ್ಣ ಹೃದಯದಿಂದ ಪೂರ್ಣ ಮನಸ್ಸಿಂದ ಪ್ರೀತಿಸ್ತೀವಿ ಅಂತ ಹೇಳ್ತೇವೆ നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറയും കർത്താവേ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. ಅದು ಸುಳ್ಳು അത് പച്ചക്കള്ളമാണ്. ನಾವು ಯಾರು ಪೂರ್ಣ ಮನಸ್ಸಿಂದ ಪೂರ್ಣ ಶಕ್ತಿಯಿಂದ ದೇವರನ್ನ ಪ್ರೀತಿಸಕ್ ಆಗೋದಿಲ್ಲ നമ്മൾക്ക് ആർക്കും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ನಾವು ಹಾಡು ಹಾಡ್ತೀವಿ നമ്മൾ പാട്ട് പാടും, ಆದ್ರೆ ಮನಸ್ಸು ಎಲ್ಲೋ ಇರ್ತದೆ മനസ്സ് എവിടെയോ ആയിരിക്കും, ಯೋಚನೆ ಎಲ್ಲೋ ಇರ್ತದೆ ചിന്ത എവിടെയെങ്കിലും ആയിരിക്കും. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ മനസ്സിലായോ? ಆತನ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿ ಧಾರಾಳವಾಗಿ ಸುರಿಸಲ್ಪಟ್ಟಿದೆ അവന്റെ സ്നേഹം അധികമായി നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ಆ ಪ್ರೀತಿಯಿಂದ ನಾವು ಪ್ರೇರಿಸಲ್ಪಡತಕ್ಕಂಥ ആ സ്നേഹത്താൽ നമ്മൾ ആത്മപ്രേരണയോടെ പ്രേരിതരാകുവാനിടയാണ്. ഹല്ലേലൂയ. ಆ ಪ್ರೀತಿ ನಮ್ಮನ್ನು ಒತ್ತಾಯಿಸ್ತದೆ ആത്മാവിലുള്ള സ്നേഹം നമ്മെ നിർബന്ധിക്കും. ಆ ಪ್ರೀತಿಯಿಂದ ನಾವು ಮತ್ತೊಬ್ಬರಿಗೆ ಸುವಾರ್ತೆ ಸಾರ್ತೇವೆ ആത്മാവിന്റെ സ്നേഹത്താൽ നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവയ്ക്കും. ಆ ಪ್ರೀತಿಯಿಂದ ಪೌಲನು ಸೇವೆ ಮಾಡುವವರಾಗಿ ആ സ്നേഹത്താലാണ് അപ്പോസ്തലൻ പൗലോസും തന്റെ ശുശ്രൂഷകളെ ചെയ്തത്. ಸೊ ದೇವರು ನಮ್ಮಲ್ಲಿ
ಧಾರಾಳವಾಗಿ ತನ್ನ ಆತ್ಮವನ್ನ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. നമുക്ക് ദൈവം അവൻ പുതിയ നിയമത്തിൽ നമുക്ക് അവന്റെ ആത്മാവിനെ അധികമായി നമ്മളിൽ തന്നിരിക്കുകയാണ്. ಓಲ್ಡ್ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ പഴയ നിയമത്തിൽ ಯಾಜಕರಿಗೆ ಒಂದು ಅಭಿಷೇಕ, അവൻ പുരോഹിതന്മാർക്ക് ഒരു അഭിഷേകം, ಅರಸರಿಗೆ ಒಂದು ಅಭಿಷೇಕ, രാജാക്കന്മാർക്ക് മറ്റൊരു അഭിഷേകം, ಪ್ರವಾದಿಗಳಿಗೆ ಒಂದು ಅಭಿಷೇಕ, പ്രവാചകന്മാർക്ക് മറ്റൊരു അഭിഷേകം. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ പുതിയ നിയമത്തിൽ ರಾಜ ಅಭಿಷೇಕ ನಮ್ಮ ಮೇಲೆ ಇದೆ, അവൻ രാജാവിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്, ಯಾಜಕರ ಅಭಿಷೇಕ ನಮ್ಮ ಮೇಲೆ ಇದೆ, പുരോഹിത അഭിഷേകം നമ്മുടെ മേലുണ്ട്, ಪ್ರವಾದನೆ ಅಭಿಷೇಕ, പ്രവാചക അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಮ್ಮನ್ನು ಯಾಜಕರಾಗಿ ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದಾರೆ. അവൻ ദൈവം നമ്മെ അവൻ പുരോഹിതന്മാരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ಮೀಸಲಾದ ಜನಾಂಗವಾಗಿ ನಮ್ಮನ್ನು ಆದುಕೊಂಡಿದ್ದಾರೆ. അവൻ പ്രസാദമുള്ള ജനമായി അവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ರಾಜ್ಯರಾಗಿಯೂ ಯಾಜಕರಾಗಿ ನಮ್ಮನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದಾರೆ. രാജാക്കന്മാരായും പുരോഹിതരായും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಇದು ಮಾಡಬೇಕಾಗಿಲ್ಲ, ಈಗಾಗಲೇ ಮಾಡಿದ್ದಾರೆ. അവൻ ഇനി നമ്മൾ അങ്ങനെ ആയി തീരേണ്ട ആവശ്യമില്ല, അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ರಾಜ್ಯರು ಏನ್ ಮಾಡ್ತಿದ್ರು? അവൻ രാജാവ് എന്ത് ചെയ്യുകയായിരുന്നു? ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ದಾವೀದ್ ರಾಜ അവൻ ഒരു ഉദാഹരണത്തിന് ദാവീദ് രാജാവ് ಏನ್ ಮಾಡಬೇಕಾಗಿತ್ತು? എന്ത് ചെയ്യേണ്ടിയിരുന്നു? ವಿರೋಧಿಗಳನ್ನ ಲಯ ಮಾಡಿ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿಸಬೇಕಾಗಿತ್ತು. അവൻ സ്തോത്ര ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ച് അവൻ രാജ്യം സ്ഥാപിക്കണമായിരുന്നു. ಈಗ ನಾವು ಏನ್ ಮಾಡಬೇಕು? ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ಆತನ ರಾಜ್ಯದ ಸುವಾರ್ತೆಯನ್ನ ಸ್ಥಾಪಿಸುವುದಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನು ಅಭಿಷೇಕ ಮಾಡಿ അവന്റെ രാജ്യത്തിന്റെ സുവിശേഷം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. ದೇವದೂತರು ಇದನ್ನ ಮಾಡಂಗಿಲ್ಲ. അവൻ ദൈവത്തിന്റെ ദൂതന്മാരല്ലത് ചെയ്യേണ്ടത്. ಯೇಸುವೆ ಮತ್ತು ಮಾಡಂಗಿಲ್ಲ. അവൻ യേശു വന്ന് വീണ്ടും ചെയ്യുകയല്ല. ನೀವು ನಾನು ಮಾತ್ರ ಮಾಡುವುದು, നിങ്ങളും ഞാനും മാത്രം ചെയ്യേണ്ട കാര്യമാണിത്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಇದು ದೇವರ ಕೃಪೆ, ഇത് ദൈവത്തിന്റെ കൃപയാണ്, ದೇವರ ದಯೆ. ഇത് ദൈവത്തിന്റെ ദയയാണ്. ಒಬ್ಬ ರಾಜನಾಗಬೇಕಾದ್ರೆ അവൻ ഒരുവൻ രാജാവാകണമെങ്കിൽ ಯೂದಾ ಗೋತ್ರದಲ್ಲಿ ಹುಟ್ಟಿ ಬರಬೇಕು. അവൻ യഹൂദ ഗോത്രത്തിൽ ജനിച്ചു വരണം. ಒಬ್ಬ ಯಾಜಕನಾಗಬೇಕಾದ್ರೆ അവൻ ഒരുവൻ പുരോഹിതനാകണമെങ്കിൽ ಆರೋನ್ ಕುಟುಂಬದಿಂದ ಬಂದಿರಬೇಕು. അഹരോന്യ കുടുംബത്തിൽ പിറന്നു വരേണ്ടിയിരുന്നു. ಅನ್ಯರಾಗಿರುವ ನಿನ್ನನ್ನು ನನ್ನನ್ನು ದೇವರು ರಾಜ, എന്നാൽ അന്യരായിരുന്ന എന്നെയും നിങ്ങളെയും ನಮ್ಮನ್ನು ರಾಜರಾಗಿ ಯಾಜಕರಾಗಿ അവൻ നമ്മെ രാജാവായും പുരോഹിതരായും ദൈവം തെരഞ്ഞെടുത്തു. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಇಸ್ರಾಯೇಲರಿಗೆ ದೇವರು ಕೆಂಪು ಸಮುದ್ರದಿಂದ ಯೂಫ್ರೆಟಿಸ್ ವರೆಗೂ ಆ ಸ್ಥಳವನ್ನ ಅಬ್ರಹಾಂ ಮೂಲಕ ವಾಗ್ದಾನವಾಗಿ ಕೊಟ್ಟಿದ್ದು. അവൻ ഇസ്രായേലിന് ചെങ്കടൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള സ്ഥലം അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ಆಗ ರಾಜರು ಅದನ್ನ ಕಬ್ಜ ಮಾಡ್ಕೋಬೇಕಾಗಿತ್ತು. അവൻ രാജാക്കന്മാർ അതിനെ പിടിച്ചടക്കേണ്ടതായിട്ടുണ്ടായി. ಆದರೆ ನಿನಗೂ ನನಗೂ, എന്നാൽ എന്ന് ഞാനും നിങ്ങളും ಪರಿಶುದ್ಧಾತ್ಮನ ನಿನ್ನ ಮೇಲೆ ಬರುವಾಗ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ನೀವು ಡುನಾಮಸ್ ಬಲ್ಲವನ್ನು ಒಂದು ಶಕ್ತಿಯನ್ನು ಹೊಂದಿ, അവൻ നിങ്ങൾ ഡുനാമിസ് ശക്തിയെ പ്രാപിച്ച് ಯೆರೂಸಲೇಮದಲ್ಲಿ, ಯೂದಾದಲ್ಲಿ, ಸಮಾರ್ಯದಲ್ಲಿ, ಯೆರೂಸಲೇಮ್ ಖಂಡಗಳವರೆಗೂ ಸಾಕ್ಷಿಗಳಾಗಿ യെരൂശലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം അവൻ ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ we will be signs and wonders. അവൻ നമ്മിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും, നീയേ അത്ഭുതം അടയാളം. അവൻ നിങ്ങൾ തന്നെ അത്ഭുതവും അടയാളവുമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ದೇವರು ಇದನ್ನ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ. അവൻ ദൈവം ഇത് ചെയ്തിരിക്കുകയാണ്. ಇದನ್ನು ಮಾಡಬೇಕು ಅಂತ ಕೇಳಬೇಕಾಗಿಲ್ಲ. അവൻ ഇങ്ങനെ ആക്കി തീർക്കണമേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ಇವೆಲ್ಲ ದೇವರು ನಮಗೆ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ. അവൻ ഇങ്ങനെയൊക്കെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ನಮ್ಮ ಮೇಲೆ ಕೊಟ್ಟಲ್ಪಟ್ಟಂತ ಅಭಿಷೇಕದ ಉದ್ದೇಶ, അവൻ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ഉദ്ദേശം ಈ ಲೋಕದ ಕಡೆವರೆಗೂ ನಾವು ಸಾಕ್ಷಿಗಳಾಗಿರಬೇಕು. അവൻ ഭൂമിയുടെ അറ്റത്തോളം പോയി അവന്റെ സാക്ഷികളാകണമെന്നുള്ളതാണ്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ಬೈಬಲಲ್ಲಿ ಆ ವಾಕ್ಯ 1:8 ಅಪೊಸ್ತಲಗಳಲ್ಲಿ ಹೇಳ್ತದೆ. അപ്പോസ്തല പ്രവൃത്തികൾ 1-8 വാക്യം വായിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಮೇಲೆ ಬರುವಾಗ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive the power ಎಂಬುದಾಗಿ ಹೇಳ್ತದಲ್ಲ. അവൻ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ಆ ಶಕ್ತಿ ಅಂತ ಹೇಳುವಂತದಕ್ಕೆ ಡುನಾಮಸ್ ಅಂತ ಹೇಳ್ತಾರೆ. അവൻ ആ ശക്തി എന്ന പദത്തിന് ഡുനാമിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ಡುನಾಮಸ್ ಅಂದ್ರೆ ಡೈನಾಮಿಕ್ ಅಂತ ಅರ್ಥ. അവൻ ഡുനാമിസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എന്നാണ് അർത്ഥം. ಆ ಡೈನಾಮಿಕ್ ಪವರ್ ಅನ್ನು ದೇವರು ನಮ್ಮ ಒಳಗಿಟ್ಟಿದ್ದಾರೆ. ആ ഡൈനാമിക് പവറിനെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുകയാണ്. ಯೇಸುವನ್ನು ಸತ್ತರೊಳಗಿಂದ ಎಬ್ಬಿಸಿದ ಅದೇ ಶಕ್ತಿ അവൻ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയെ നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മരണവും ആತന് ಹಿಡ್ಕೊಳಕ್ಕಾಗಿಲ್ಲ. അവൻ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായി വന്നു. ಪ್ರಕೃತಿ ಆತನ ಹಿಡ್ಕೊಳಕ್ಕಾಗಿಲ್ಲ. പ്രകൃതിക്ക് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായി വന്നു. ಆ ಶಕ್ತಿಯನ್ನು ದೇವರು ನಮಗೆ ಅನುಗ್ರಹಿಸಿದ್ದಾರೆ. അങ്ങനെയുള്ള ശക്തിയാണ് സ്വർഗം എന്റെ മേലും നിങ്ങളുടെ മേലും പകർന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ಓಲ್ಡ್ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ അവൻ പഴയ നിയമത്തിൽ ಕೆಲವರಿಗೆ ಮಾತ್ರ, അവൻ ചിലർക്ക് മാത്രം, ನ್ಯೂ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ പുതിയ നിയമത്തിൽ ನಂಬುವ ಎಲ್ಲರಿಗೂ ದೇವರನ್ನು വിശ്വസിക്കുന്ന ഏവരിലും അത് പകരപ്പെട്ടിരിക്കുകയാണ്. ನಂಬುವ ಎಲ್ಲರಿಗೂ ದೇವರ ದಯ ಪಾಲಿಸಿದ. വിശ്വസിക്കുന്നവർ ഏവർക്കും അത് പകരപ്പെട്ടിരിക്കുകയാണ്. ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ 38ನೇ ವಚನ ಹೇಳುತ್ತದೆ. യോഹന്നാന്റെ സുവിശേഷം 38 അധ്യായത്തിൽ നാം കാണുന്നു, ದಾಹವಾಗಿರು ನನ್ನ ಬಳಿಗೆ ಬರಲಿ, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരും, ನಾನು ಕೊಡುವುದನ್ನ ಕುಡಿಯಲಿ, അവൻ ഞാൻ നൽകുന്നത് നിങ്ങൾ പാനം ചെയ്യട്ടെ. ನನ್ನನ್ನು ನಂಬುವವನ ಹೊಟ್ಟೆ ಒಳಗಿಂದ ಜೀವಕರವಾದ ಹೊಳೆಗಳು ಹರಿಯುವುದು. എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്ന് അവൻ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് എഴുതിയിരിക്കുകയാണ്. നദികൾ ನಮ್ಗೆ ನದಿ ಪಕ್ಕದಲ್ಲಿ ಹೋಮ್ ಸ್ಟೇ ಮಾಡಿದ್ದಾರೆ. അവൻ നമുക്ക് ഞങ്ങൾ താമസിക്കുന്നത് നദിയുടെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ನಮ್ಮ ಊರಲ್ಲಿ ಒಂದು ನದಿ ಇದೆ, അവൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു നദിയുണ്ട്, ಕಾವೇರಿ ನದಿ. കാവേരി നദി. ಅದು ತಮಿಳುನಾಡುವರೆಗೆ ಹೋಗ್ತದೆ. അത് തമിഴ്നാട് വരെ പോകുന്നതാണ്. 1400 കിലോമീಟರ್ ಟ್ರಾವೆಲ್ ಮಾಡ್ತದೆ. അവൻ ഏകദേശം 1400 കിലോമീറ്ററോളം അവൻ ദൈർഘ്യമുണ്ട്. ಎಷ್ಟು ಕೋಟಿ ಜನರು ಕುಡಿತಾರೆ ನೀರನ್ನು, എത്രയോ കോടിക്കണക്കിന് ജനം ആ വെള്ളം കുടിക്കുന്നു. ಎಷ್ಟೋ ಲಕ್ಷ ಏಕರೆ ಗಟ್ಟಲೆ ಬೆಳೀತಾರೆ. അവൻ എത്രയോ ലക്ഷക്കണക്കിന് ഏക്കറോളം നീളത്തിൽ അത് സഞ്ചരിക്കുന്നു. ಎಷ್ಟೋ ಪ್ರಾಣಿಗಳು ಪಶುಗಳು ಅವುಗಳಲ್ಲಿ ಬದುಕ್ತವೆ. അവൻ എത്രയോ മൃഗപ്രാണികൾ പക്ഷികൾ അതിൽ നിന്ന് ಆ ನೀರಲ್ಲಿ ಎಷ್ಟೋ ಲಕ್ಷಾಂತರ ಜಂತುಗಳಿವೆ, അവൻ ಮೀನುಗಳೆಲ್ಲ ಇದೆ. അവൻ ഏകദേശം അനേക മത്സ്യങ്ങളും അതിനകത്ത് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുണ്ട്. ಒಂದು ನದಿ ಇಷ್ಟು ಪ್ರೋಜನವಾಗಿರ್ಬೇಕು. അവൻ ഒരു നദി ഇത്രയേറെ പ്രയോജനകരമാണെങ്കിൽ ನಿಮ್ಮಲ್ಲಿ ನದಿಗಳಿದೆ, നിന്റെ അകത്ത് നദികളുണ്ട്, ನಿಮ್ಮಲ್ಲಿ ನದಿಗಳಿದೆ. നിന്റെ അകത്ത് നദികളുണ്ട്. ಆ ನದಿ ಹೊರಗೆ ಬರ್ಬೇಕಾಗ ആ നദി പുറത്തു വരികയാണെങ്കിൽ ನಿನ್ನ ನಂಬಿಕೆಬೇಕು. അവൻ നിങ്ങൾ വിശ്വസിക്കണം. ನಂಬುವವನ ಹೊಟ್ಟೆ ಒಳಗಿಂದ ಜೀವಕರವಾದ ಹೊಳೆಗಳು, വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ಆ ನದಿ ಎಲ್ಲೆಲ್ಲ ಹೋಗ್ತದೋ ആ നദി എവിടേക്ക് സഞ്ചരിക്കുമോ ಅಲ್ಲೇ ಅದು ಉಪಯೋಗವಾಗಿರುತ್ತದೆ. അവൻ അവിടെ എല്ലാവർക്കും പ്രയോജനകരമായി മാറും. ಈ ನದಿ ಪರಲೋಕದಲ್ಲಿಲ್ಲ, ഈ നദി സ്വർഗത്തിലില്ല, ಈಗ ಒಳಗೈತೆ. ഈ നദി അകത്തുണ്ട്. ತುಂಬಾ ಜನ ನರಪಣಮೇ ಅಲ್ಲಿ ನೋಡ್ತಾರೆ. അവൻ അയക്കണമേ അയക്കണമേ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കുക. അവിടെ ಇಲ್ಲ, അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ಇಲ್ಲೆಲ್ಲ ഉണ്ട്. അകത്തുണ്ട്. ಎಫೆಸರ್ 1:3 ಹೇಳುತ್ತದೆ. എഫെസർ 1:3 വായിക്കുന്നു. ಓದ್ಕೊಳ್ಳೋಣ. ഒന്ന് വായിക്കാം. എഫെസർ 1:3. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ സകല ആത്മീയ അനുഗ്രഹವನ್ನು നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ ക്രിസ്തു യേശുവിൻ മൂലമായി അനുഗ്രഹിച്ചിട്ട് നമ്മുടെ കർത്താവായ അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കണമോ? അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. ಆಮೆನ್. ಇಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ, അവൻ ഇവിടെ നമ്മൾ കാണുന്നത് ಪರಲೋಕದಲ್ಲಿರುವ ಸಕಲ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ದೇವರು ನಮ್ಮನ್ನೇ ಆಶೀರ್ವದಿಸಿದ್ದಾರೆ, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. Praise the Lord. Praise the Lord. സകല സ്വർഗത്തിനോട് കംപ്ലീറ്റ് ಖಾಲಿ. അവൻ സ്വർഗം കാലിയായി, സ്വർഗത്തിലെ സകലത്തിനാലും നമ്മെ നിറച്ചിരിക്കുക. ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. എല്ലാ വരങ്ങളും ತುಂಬಿಟ್ಟಿದ್ದಾರೆ. അവൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിറച്ചു വെച്ചിരിക്കുക. എവിടെ വിശ്വാസിക്കുക? അവൻ എന്നിട്ട് വിശ്വസിക്കുന്നില്ല. വിശ്വാസത്തെ ഒഴകിന്റെ പുറത്തത്. അവൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വസിക്കുന്നത് പുറത്തു വരണം. വിശ്വാസം ഇല്ല നല്ല ഉള്ള സ്റ്റക്ക് ആക്കുന്നത്. അവൻ വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ അത് സ്റ്റക്ക് ആവുകയാണ്. ആമേൻ. ഉള്ളിലുണ്ട്, അകത്തുണ്ട്. എഫെസ്യർ 1:23 ഓർക്കണം. എഫെസ്യർ 1:23. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ, എല്ലാ നിറത്തിലും എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ಎಲ್ಲವನ್ನು ಎಲ್ಲಾ ಸಂಬಂಧದಿಂದ ವ್ಯಾಪಿಸುವ ಮೂಲಕವಾಗಿ ಅದು
പരിപൂർണമുള്ളതാಗಿದೆ. അവൻ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കൊടുക്കണോ കൊടുത്തിരിക്കുന്നു. അവൻ കൊടുക്കണോ കൊടുത്തിരിക്കുന്നു. 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 ഹല്ലേലൂയ. അവൻ എവിടെ ഉണ്ട്? എല്ലിത് അവൻ എവിടുണ്ട്? ഇവിടെ ഉണ്ട്. അവൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ നീതിമന്തന തല ആശീർവാദದ ನೆಲೆ. നീതിമാന്റെ തല അനുഗ്രഹിക്കപ്പെട്ട തലയാണ്. ಇದೆಲ್ಲ ದೇವರು ತನ್ನ ಸಭೆಗಾಗಿ ಕೊಟ್ಟಿದ್ದ. അവൻ ഇതെല്ലാം ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാ. ಅಬ್ರಹಾಮನ 12 ಕುಲದವರಿಗಲ್ಲ. അവൻ അബ്രഹാമിന്റെ 12 ഗോത്രങ്ങൾക്കല്ല. ದೇವರು ತನ್ನ ಸಭೆಗೆ ಅನ್ಯರಾಗಿರುವ ನಮಗೆ ದೇವರು ದಯಪಾಲಿಸಿದ್ದ. ദൈവം അന്യ പ്രദേശങ്ങളുമായ എനിക്ക് നിങ്ങൾക്കുമാണ് ഇത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಇವೆಲ್ಲ ನಮ್ಮೊಳಗೈತೆ. അവൻ ഇതെല്ലാം നമ്മുടെ അകത്തുണ്ട്. ಇದನ್ನ ನಂಬಿಕೆ ಮೂಲಕ ಹೊರಗೆ ತರಬೇಕು. അവൻ ഇതെല്ലാം വിശ്വാസത്താൽ ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം. ಏನಕ್ಕಾಗಿ ತಂದಿದ್ದಾನೆ? ವಾಟ್ ಈಸ್ ದ ರೀಸನ್? അവൻ എന്തിനു വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്? ಲೂಕ ಹೇಳಿದ ಸುವಿಶೇಷಂ 4ನೇ ಅಧ್ಯಾಯ 18ನೇ ವಚನ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ. ദരിദ്രരോട് സുവിശേഷം ಕೊಂಚം ಬೈಕ್ ಚೆನ್ನಾಗಿರ್ತದೆ. വായിച്ചു വായിച്ചു. ಕೊಂಚം ಜೋರವಾಗಿ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ಕರ್ತನ ಆತ್ಮನು ನನ್ನ ಮೇಲೆ ಇದೆ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കപ്പെടി. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ಇಲ್ಲಿ ನೋಡಿ ಯೇಸು ಏನು ಹೇಳ್ತಾರೆ? ഇവിടെ യേശു എന്താണ് പറയുന്നത് നോക്കിയോ. ಮಾಡಿ ಬಂತ ನಿಮ್ ಕೈಯಲ್ಲಿ ಇರೋದೀಗ ಅದೇ ಈಗ ಹೇಳಿ, ಕರ್ತನ ಆತ್ಮನು ನನ್ನ ಮೇಲೆ ಇದೆ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ನಮ್ಮ ಮೇಲೆ ಯೇಸು ಹೇಳ್ತಾರೆ, അവൻ യേശു പറയുകയാണ് എന്റെ മേലുണ്ട്. ನನ್ನ ಮೇಲೆ ಇದೆ. അവൻ എന്റെ മേലുണ്ട്. ಈಗ ಯೇಸು ದೇವಾಲಯದಲ್ಲಿ ಏಸಾಯ ಗ್ರಂಥವನ್ನು ತೆಗೆದಿಟ್ಟಾಗ ആ വാക്യವನ್ನು ಓದ್ತಾರೆ. അവൻ യേശു അവൻ ദൈവത്തിന്റെ ആലയത്തിൽ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം തുറന്നു വെച്ച് നിൽക്കുകയാണ്. ಆಗ ಯೇಸು ಹೇಳ್ತಾರೆ, അപ്പോൾ യേശു പറയുക, ಕರ್ತನ ಆತ್ಮ ನನ್ನ ಮೇಲೆ ಇದೆ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. ನೀವೆಲ್ಲ ಹೇಳ್ರಿ, ಕರ್ತನ ಆತ್ಮ. നിങ്ങളെല്ലാവരും പറ, ദരിദ്രരോട് സുവിശേഷം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ಅದು ಕನ್ಫರ್ಮ್ ഉണ്ടോ? ഉറപ്പാണോ? വരണമോ? ഉണ്ടോ? വരണോ അതോ ഉണ്ടോ? എത്ര ഉണ്ട്? കൊഞ്ചമോ? എത്രയുണ്ട്? കുറച്ചാണോ അതോ ഒരുപാടോ? ധാരാളമായിട്ട്, അധികമായി, ധാരാളമായി. സ്വർഗത്തിൽ സകല ആവിക്കുര ആശീർവാദം, അവൻ ലോകത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും എല്ലാം നമ്മ മേലുണ്ട്. എല്ലാം നമ്മുടെ മേലുണ്ട്. എതൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയുണ്ട്? ഇപ്പൊ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിലുണ്ട്? ബദ്ധന്മാർക്ക് വിടുതലും. നിദാനമായിട്ട് ഒന്നൊന്നായിട്ട് വായിച്ചോ. ദരിദ്രർക്ക് സുവിശേഷത്തെ അറിയിക്കപ്പെടി. അവൻ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. ദരിദ്രരാരാ? ആരാ ദരിദ്രർ? പണമെല്ലാം പാവപ്പെട്ടവരല്ല. അവൻ പണമില്ലാത്ത പാവപ്പെട്ടവരല്ല. സുവിശേഷത്തെ കേൾക്കാതെ എല്ലാമേ ദരിദ്രരെ. സുവിശേഷം അറിയാത്തവരെല്ലാം ദരിദ്രന്മാരാണ്. അത് പ്രധാനമന്ത്രിയാണെങ്കിലും ശരി, അത് പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ദരിദ്രനാണ്. അവർക്ക് സുവിശേഷം ചൊല്ലുക അഭിഷേകം നിങ്ങൾ ഉണ്ട്. അവൻ പോലും അറിയാത്ത സുവിശേഷത്തിന്റെ എനിക്ക് സുവിശേഷം ആരും നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദേവദൂതരുമാണെങ്കില്ല ഇത്. അവൻ ഇത് ദൈവദൂതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയല്ല. യേശു ಕೂಡ ಬಂದು ಮಾಡಂಗಿಲ್ಲ. യേശു വന്ന് ചെയ്യേണ്ടതല്ല. ಅಭಿಷೇಕ ಹೊಂದಿದ ನೀನು ನಾನು അഭിഷേകം പ്രാപിച്ച ഞാനും നിങ്ങളും ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഈ ലോಕದಲ್ಲಿ ದರಿದ್ರರು ಯಾರು? ഈ ലോകത്തിലെ ദരിദ്രർ ആരാണ്? സുവാർತೆ ಕೇಳದಿರುವ ಎಲ್ಲ ದರಿದ್ರರು. സുവിശേഷം അറിയാത്ത കേൾക്കാത്തവരെല്ലാം ദരിദ്രന്മാരാണ്. ಅವರನ್ನು ನಾವು ಮುಟ್ಟುವುದಕ್ಕೆ ಮಾತಾಡುವುದಕ್ಕಾಗಿ ಅಭಿಷೇಕ ಹೊಂದಿದವರು അവരിലേക്ക് എത്തേണ്ടതിന് അവരോട് സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ಎರಡನೇದಾಗಿ രണ്ടാമത്തെ കാര്യം, ಬಂಧಿತರನ್ನು ಬಿಡಿಸುವುದಕ್ಕಾಗಿ അവൻ ബന്ധിതരെ വിടുവിക്കേണ്ടതിന് വേണ്ടി. ബദ്ധന്മാർക്ക് വിടുതലും. ಒಂದೊಂದಾಯ್ತು. ഒന്നായി ಈಗ ಬಂಧಿತರನ್ನು ಬಿಡುಗಡೆ അവൻ ബദ്ധന്മാരെ വിടുവിക്കുവാൻ. കുരുടന്മാർക്ക് കാഴ്ചയും. പറയുന്ന
ഇനി പറയാനുണ്ട്. ಈ ಬಂಧಿತರು ಯಾರು? അവൻ ഈ ബന്ധിതരാരാ? നിന്റെ വീട്ടു പക്കത്തില് ഉണ്ട്. അവൻ നമ്മുടെ വീടിന്റെ അയൽവക്കത്തുണ്ട്. ನಮ್ಮ ಫ್ರೆಂಡ್ಸ್, നമ്മുടെ ഫ്രണ്ട്സ് ಇವರೆಲ್ಲ ಬಂಧಿತದಲ್ಲಿದ್ದಾರೆ. ഇവരെല്ലാം ബദ്ധന്മാരാണ്. ಇವರನ್ನು ಬಿಡುಗಡೆ ಮಾಡತಕ್ಕ ಅಭಿಷೇಕ ನಿನ್ನ ನನ್ನ ಮೇಲೆ ಇದೆ. ഇവരെയൊക്കെ വിടുവിക്കാനുള്ള അഭിഷേകം എന്റെ മേലെ നിങ്ങളുടെ മേലെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನೀವು ಒಂದು ಸ್ಕೂಲಲ್ಲಿ ಇರ್ಬೋದು. നിങ്ങൾ ഒരു സ്കൂളിലാണെന്നിരിക്കട്ടെ, ಟೀಚರ್ ಆಗಿರ್ಬೋದು, ഒരുപക്ഷെ ടീച്ചർ ആയിരിക്കാം, ಸ್ಟೂಡೆಂಟ್ ಆಗಿರ್ಬೋದು, സ്റ്റുഡൻസ് ആയിരിക്കാം. ಅಲ್ಲಿ ಇರುವವರೆಲ್ಲರೂ ಬಂಧಿತರಾಗಿದ್ದಾರೆ. അവിടെ ഉള്ളവരെല്ലാം ബന്ധിക്കപ്പെട്ടവരാണ്. ನಿನ್ನ ಮೇಲಿರುವ ಅಭಿಷೇಕ, നിന്റെ മേലുള്ള അഭിഷേകം ಅವರನ್ನ ಬಿಡುಗಡೆ ಮಾಡುತ್ತೆ. അത് അവരെ വിടുതലിലേക്കായി. ನೀನು ಒಂದು ಪೇಂಟರ್ ಆಗಿರ್ಬೋದು, ಪೇಂಟರ್, നീ ഒരു പെയിന്റർ ആയിരിക്കാം, ಅಥವಾ ಎಲೆಕ್ಟ್ರಿಷಿಯನ್ ಆಗಿರ್ಬೋದು, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആയിരിക്കും, ಒಂದು ಆಫೀಸಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಿರ್ಬೋದು, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവനായിരിക്കാം, ಯಾವುದೋ ಒಂದು ಮನುಷ್ಯನಾಗಿ ಕೆಲಸ എന്തോ ഒരു ഏതെങ്കിലും ഒരു ജോലിയിൽ ചെയ്യുന്നവരായിരിക്കട്ടെ. ಅಲ್ಲಿ ನಿನಗಿಂತ ದೊಡ್ಡವರು ಶ್ರೀಮಂತರೆಲ್ಲ ಇರ್ಬೋದು, ഒരുപക്ഷെ നിന്നെക്കാളും പണക്കാർ അവിടെ ഉണ്ടായിരിക്കാം. ಆನಾಲು ಅವರು ಬಂಧನದಲ್ಲಿ, എന്നാലും അവരും ബന്ധിക്കപ്പെട്ടവരാണ്. ಅವರನ್ನ ಬಿಡುಗಡೆ ಮಾಡುವ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಐತೆ. അവരെ വിടുവിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ മേലാണ് ദൈവം തന്നിരിക്കുന്നത്. 30 ವರ್ಷದ ಹಿಂದೆ, 30 വർഷം പുറകിൽ ನಾನು ಪೇಂಟರ್, ഞാനൊരു പെയിന്റർ ആയിരുന്നു. ನಾನು ಮನೆಗೆ ಪೇಂಟ್ ಹೊಡಿತಿದ್ದೆ. ഞാൻ വീടുകൾ ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന ജോലിയായിരുന്നു. ಅದ್ರ ಅಭಿಷೇಕ ಹೊಂದಿದೆ, അത് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ಅವಾಗ ಅಭಿಷೇಕದಲ್ಲಿ ಇದ್ದೆ ನಾನು ಯಾವಾಗ. അപ്പോഴും ഞാൻ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. ನಾನು ಕೆಲಸ ಮಾಡ್ತಿದ್ದಾಗ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ಅಭಿಷೇಕದಲ್ಲೇ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದೆ. അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേ ജോലി ചെയ്യുമായിരുന്നു. ಪಕ್ಕದಲ್ಲಿ ಹೆಲ್ಪರ್ ಕೆಳಗೆ ಬಿದ್ದುಬಿಡ್ತಿದ್ದೆ. ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹെൽപ്പറായിട്ട് എന്റെ കൂടെ നിന്നവൻ താഴെ വീണു. ನನ್ನ ಜೊತೆ ಕೆಲಸ ಮಾಡಕ್ಕೆ ಕೆಳಗೆ ಬಿದ್ದುಬಿಡ್ತಿದ್ದೆ. എന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ മറിഞ്ഞ് താഴെ പോയി. ಹಿಡ್ಕೊಳಕ್ ಹೋದಾಗ സ്തോത്രം, ഇതെന്താന്ന് ചോദിച്ചിട്ട് ഞാൻ അവനെ പിടിക്കാൻ പോയപ്പോ ಓಹೋ ಮನೆ, ಆವಾಗ ನಾನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಮಾಡಿ ಅವರ ಮೇಲೆ ഞാൻ യേശുവിന്റെ നാമത്തിൽ അവൻ വിടുതലാകട്ടെ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പേടിപ്പിക്കാനിടയായി. ನಾನು ಪೇಂಟ್ ಡ್ರೆಸ್ ಅಲ್ಲಿ ಇದ್ದೆ. ഞാൻ പെയിന്റിംഗ് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ಆ ಬಿಲ್ಡಿಂಗಿನ ಓನರ್ ಕೋಟ್ಯಾಧಿಪತಿ ಅವನು. ആ ബിൽഡിംഗിന്റെ ഓണർ കോടീശ്വരനാണ്. ಅವನು ಮನೆ ಪೇಂಟ್ ಹೊಡಿತಿದ್ದೆ. അവന്റെ വീടിന്റെ പെയിന്റ് അടിക്കുക. ಅವನು ಏನೋ ಮಾತಿನಲ್ಲಿ ಬಂದು ಇದೇನ್ ಪರ್ಸ್ ಅಂತ ಕೇಳ್ದ. അവൻ വന്നിട്ട് ഇതെന്താ വിഷയം എന്ന് ചോദിച്ചു. ನಾನು ಬೈಬಲ್ ഞാൻ പറഞ്ഞു ഇത് ബൈബിളാണ്. ಬೈಬಲ್ ಕೇಟ. ബൈബിളിൽ എന്താ ഉള്ളത്? ಆಗ ನಾನು ಹೇಳಿದೆ, ഞാൻ പറഞ്ഞു ಅದು ಆಕಾಶವನ್ನ, ಭೂಮಿಯನ್ನು, ನಿನ್ನನ್ನು, ನನ್ನನ್ನು, ಈ ಜಗತ್ತನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ ದೇವರ ವಾಕ್ಯ. ഇത് ആകാശത്തെയും ഭൂമിയെയും നിന്നെയും എന്നെയും ഈ ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനമാണ്. ಆಗ ಅವನು ಹೇಳಿದ, ಯಾಕೆ ಇದು ಇಲ್ಲಿಟ್ಟಿದ್ಯಾ? അപ്പൊ അവൻ ചോദിക്കുക, എന്തിനാ ഇത് ഇവിടെ വെച്ചിരിക്കുന്നേ? ನಾನು ಹೇಳೋದು ಬರೀ ಅದು ಪುಸ್ತಕ. ഞാൻ പറഞ്ഞു ഇതൊരു വെറും പുസ്തകമാണ്. ಅದಲ್ಲಿರುವವರು ನನ್ನ ಒಳಗಿದ್ದ. പക്ഷെ അതിനകത്തുള്ളവൻ എന്റെ അകത്തുണ്ട്. ಆಗ ಅವನು ಹೇಳ್ದ, അവൻ പറയാ, ನಾನು ಚರ್ಚಿಗೆ ಹೋಗ್ತೇನೆ. ഞാൻ ചർച്ചിൽ പോകും. ಅವಳು ಕಾಣಿಕೆಲ್ಲ ಇಡ. ഞാനും അവിടെ പോയി നോട്ടാഴ്ചക്ക് ഇടാം. ಅದಂದ್ರೆ ಚರ್ಚಲ್ಲಿ ಯೇಸು ಇಲ್ಲ. ഞാൻ പറഞ്ഞു ചർച്ചിനകത്ത് യേശു ഇല്ല. ಯೇಸು ಇರೋದು ಹೃದಯದಲ್ಲಿ. യേശു ഉള്ളത് ഹൃദയത്തിലാണ്. ಆಕಾಶ ಭೂಮಿ ಉಂಟು ಪದ ದೈವ ಉಳ್ಳಲ್ಲಿ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ അകത്താണ് വസിക്കുന്നത്. ಹಂಗೆ ಸುವಿಶೇಷ ಅವರಿಗೆ ಬಿಟ್ಟೆ. അവനോട് അങ്ങനെ സുവിശേഷം പറഞ്ഞു. ಅವನು ಹೇಳಿದ್ರು, ನಿನ್ನ ಚರ್ಚಿಗೆ ನಾನು ಬರ್ತೀನಿ. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ ചർച്ചിലേക്ക് വരാം. ಸೈತಾನ್ ನಿನ್ನನ್ನು ಬಿಡೋದಿಲ್ಲ. പിശാച് നിന്നെ വിടത്തില്ല. ಅವನು ಕಾರ್ ತೆಗಿ ಅಂತ. അവൻ പറഞ്ഞു കാറെടുക്ക്. ಕೂಡ ಕಾರ್ ಆಫ್ ಆಗಿ ഉടനെ കാർ ഓഫായി. ಇನ್ನೊಂದು ಕಾರ್ എടുക്ക്. അവൻ വേറൊരു കാർ എടുക്ക്. ನಮ್ಮ ಚರ್ಚಿಗೆ ಬಂದು അവൻ കാർ എടുത്ത് ചർച്ച വന്നു. ಅವಳು ಕೆಳ ಕೂತ್ಕೊಂಡು ಕೋಟ್ಯಾಧಿಪತಿ. അവൻ കോടീശ്വരനാ. പക്ഷെ തറ വന്നിരുന്നു. ಕೆಳ ಕೂತ್ಕೊಂಡು ಸತ್ಯ ಕೇಳ. അവൻ താഴെ വന്നിരുന്ന് അവന്റെ വചനം കേൾക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോയറുകൾ, എഞ്ചിനീയർമാര്, മേസ്ത്രിമാര് ಎಲ್ಲರಿಗೂ ಈಗ ದೇವರು ಸ್ವಾಕ್ಷಿ ತೊಡೋದಕ್ಕೆ ನನ್ನ ಅಭಿಷೇಕ ಮಾಡುತ್ತೆ. എല്ലാവരോടും സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ನನ್ನನ್ನು ಅದಕ್ಕೆ ದೇವರು ಅಭಿಷೇಕ ಮಾಡಿ നിങ്ങളെയും എന്നെയും ദൈവം അതിനുവേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു. ನಮ್ಮ ಮೇಲಿರುವ ಅಭಿಷೇಕವು നമ്മുടെ മേലുള്ള അഭിഷേകം ಅವರನ್ನ ಬಿಡುಗಡೆ ಮಾಡೋದಕ್ಕಾಗಿ, അവരെ വിടുതലിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ്. ಡೈರೆಕ್ಟ್ ಆಗಿ ಬಿಡುಗಡೆ ಇಲ್ಲ ಅವರಿಗೆ. അവർക്ക് ശരിയായ വിടുതൽ അവർ പ്രാപിച്ചിട്ടില്ല. ಡೈರೆಕ್ಟ್ ആയിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള വിടുതൽ അവർക്കില്ല. നിങ്ങൾ മൂലമായിട്ടേ ಬಿಡುಗಡೆ നമ്മിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ടേ ചെയ്യും. നിങ്ങളെ കൊണ്ട് മാത്രമാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ. ആമേൻ.
ಅದಕ್ಕಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು ಅಭಿಷೇಕ ಮಾಡಿ. അതിനായി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ಆಮೆನ್. ആമേൻ. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ನಿಮ್ಮನ್ನು ಸಕಲ ಸತ್ಯದಲ್ಲಿ ನಡೆಸ್ತದೆ. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ಲೋಕದ ಕಟ್ಟಕಡೆವರೆಗೂ ಸಾಕ್ಷಿಯಾಗಿ ನಿಲ್ಲಿಸ್ತದೆ. അവൻ ലോകത്തിന്റെ അറ്റം വരെ നിങ്ങളെ സാക്ഷിയാಗಿ നിർത്തും. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ಸಾವಿಗೆ ಸಂಬಂಧಪಟ್ಟ ಈ ಶರೀರವನ್ನು, അവൻ മരണത്തിന് അവൻ കീഴ്പ്പെടുന്ന ഈ ശരീരം, ಪಾಪಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಈ ಶರೀರವನ್ನು പാപവുമായി ബന്ധപ്പെട്ട ശരീരം, ಅದಕ್ಕೆ ಬದುಕುವಂತೆ ಮಾಡತಕ್ಕಂಥ അവൻ ആ ബലഹീനമായ ഈ ശരീരം ജീവൻ പ്രാപിപ്പാനിടയാകും. ವ್ಯಾಧಿಗಳ ಮೇಲೆ ಜಯ. അവൻ വ്യാധികളുടെ മേൽ ജയം. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಎಲ್ಲಾ ತರದ ಕಾಯಿಲೆಗಳ ಮೇಲೆ ಜಯ. എല്ലാവിധ രോഗത്തിൽ നിന്നും താങ്കളുള്ള ജയം. ಅಭಿಷೇಕ ಎಲ್ಲಿದೆಯೋ അഭിഷേകം എവിടുണ്ടോ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಇದೆ. അവിടെ വിടുതലുണ്ട്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಅಭಿಷೇಕ ಎಲ್ಲಿದೆ? അഭിഷേകം എവിടുണ്ട്? ഉള്ളിലുണ്ട്. ಅದಕ್ಕಾಗಿ ಅಭಿಷೇಕ ಮಾಡಿರುವುದು. അവൻ ಅಭಿಷೇಕದ ಉದ್ದೇಶ ಅದೇ. അവന്റെ അഭിഷേകത്തിന്റെ ഉദ്ദേശം തന്നെ ഏതാണ്? ಆಮೇಲೆ അവൻ ತುಂಬಾ ಅನ್ಯಭಾಷೆಗಳ ಮಾತಲ್ಲಿ ಹೋದಲ್ಲ. അവൻ ചുമ്മാ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ കൈതട്ടി ഇങ്ങനെ പോവുകയല്ല. ಅಭಿಷೇಕದ ಉದ್ದೇಶ, അഭിഷേകത്തിന്റെ ഉദ്ദേശം ದೇವರ ಆತ್ಮ ಎಲ್ಲಿದ್ದಾರೋ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟು. ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. ಆಮೇಲೆ ആമേൻ. ನಾವು ಸೇವೆ ಮಾಡುವ ಜಾಗದಲ್ಲಿ അവൻ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ಅಲ್ಲಿ ಬಹಳ ಕಾಡು ಒಳಗಿರುವ ಜನ, അവൻ കാട്ടിനകത്തുള്ളതാകുന്ന ജനം, ಅವರು ಕಾಡು ಜನರು, ಕುರುಬರು. അവൻ അവര് ഇടയന്മാരായിട്ടുള്ള ಅದು ಜಾತಿಯ ಕುರುಬರು ಜಾತಿ, ಜೈನ ಕುರುಬರು. അവൻ ഈ കുറുബാസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു പണിയർ, വിഭാഗത്തിലുള്ള ഒരു ജനം. ഇവിടെ പണിയരನ್ನು ನನಗೆ ಪಣಿಯರನ್ನು ಇದ್ದಾರೆ. ಪಣಿಯರ್ അവൻ ಅವರು ಕಾಡೊಳಗಿದ್ದಾರೆ. അവൻ അവർ കാട്ടിനകത്ത് വസിക്കുന്ന ജനമാണ്. ಅವರಿಗೆ ಹೇಗೆ ಸುವಿಶೇಷ ಬಂತು? അവൻ അവരിലേക്ക് സുവിശേഷം എത്തി. ಅಭಿಷೇಕ ಹೊಂದ್ಕೊಂಡ್ರು. അവൻ അഭിഷേകം പ്രാപിച്ചു. ಅವರು ಅಭಿಷೇಕದಲ್ಲಿ ಚೆನ್ನಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ. അവൻ അഭിഷേകത്തിൽ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ರಾತ್ರಿ ಪೂರ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡು. രാത്രി എല്ലാവരും പ്രാർത്ഥിക്കും. ಪ್ರಾರ್ಥನೆ ಮಾಡಿ